അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്,
ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്വസിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നമുക്ക് ആത്മീയതയുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. ആത്മീയതമായിട്ട് എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ്, വിഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആനുകൂല്യങ്ങളെന്ന് പറയുന്നത്. ദൈവത്തെ നേരിട്ട് നമ്മൾ ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആത്മീയത ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ ആനുകൂല്യത്തിൽ തന്നെ നമ്മൾ ജീവിച്ചു പോകും. നമ്മൾ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർ തന്നെയല്ല, അവർ വളരെ സയൻറ്റിഫിക്കായിട്ടും മാത്തമാറ്റിക്കലായിട്ടും ഒക്കെയാണ് ഇതിനെ ഓട്ടോമാറ്റിക് അവർ അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് അവർ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉടമ്പടി എനിക്കത് മനസ്സിലായതാണ്. അതായത് ഇപ്പോൾ ഞങ്ങൾ 10 കൊല്ലമൊക്കെ സെമിനാറിൽ ഫോർമേഷൻ തിയോളജിയൊക്കെ കഴിയുന്നവരില്ലേ, അച്ഛന്മാർ തന്നെ. പക്ഷെ അവരൊന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവർ ഇത്രയും നാൾ പഠിപ്പിച്ചതിനേക്കാളും അപ്പുറത്ത് ദൈവമായിട്ട് ഒരു എന്താണ്, ദൈവത്തിന് നമ്മളെ ചുമ്മാ എഴുതിത്തള്ളാൻ പറ്റത്തില്ല. ദൈവത്തിന് എഴുതിത്തള്ളാൻ പറ്റാത്തൊരാളായിട്ട് നമ്മൾ ഉടമ്പടി നമ്മളെ കൺവേർട്ട് ചെയ്യും. ഉടമ്പടി കൺവേർഷൻ നടക്കണില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് നമ്മളെ തള്ളിക്കളയാൻ പറ്റാത്തൊരാളായിട്ട് നമ്മൾ മാറും. അത് എപ്പോഴാണ് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായി മാറേണ്ടത്? അത് പഴയ നിയമം പോലെ അതിൻ്റെ പ്രൊവിഷനുകളൊക്കെ ഉണ്ട്. എന്താണ്? ദൈവത്തിന് നമ്മൾ ബഹുമാന്യനായ, ദൈവത്തിന് നമ്മൾ പ്രിയങ്കരനായാൽ ആ ദൈവത്തെ നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിനക്ക് പകരമായി ഞാൻ ജനതകളെ കൊടുക്കുന്നു. ഒരു സമൂഹം പോലും ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി അവഗണിക്കും. എന്താ കാര്യം? നീ എനിക്ക് പ്രിയങ്കരനാണ്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണ് ബൈബിളിലാണ്. ഐശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് ഇത് ഈ 3 കാര്യമാണോ ആകാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടത്. എന്താണ്? നീ എനിക്ക് പ്രിയപ്പെട്ടവൻ, വിലപ്പെട്ടവൻ, ഞാൻ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് നീ. ഞാൻ ചില സ്ഥലത്ത് ആൾക്കാർ പറയവേ, എന്താണ് പ്രാർത്ഥനാ ജീവിതം എന്താണ്? അതൊരു ഫെയ്ത്ത് ലൈഫാണ്. ഉടമ്പടി ജീവിതം എന്താണ്? അതൊരു ഫിഡലിറ്റി ലൈഫാണ്. വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി? വിശ്വസ്തവും തമ്മിലുള്ള ബന്ധം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ ആസ്പദമാക്കി ദൈവത്തെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ ആസ്പദമാക്കി നമ്മൾ വിശ്വാസത്തിൽ വളരുകയാണ് ചെയ്യണത്. അപ്പോൾ വിശ്വാസം എപ്പോഴും ദൈവത്തിലാണ് വിശ്വസിക്കണമെന്നുണ്ടെങ്കിലും വിശ്വാസത്തിന് ഒരു ആനുകൂല്യത്തിൻ്റെ ലെവലുണ്ട്. എന്തെങ്കിലും ആനുകൂല്യം രക്ഷിക്കുക. ഇപ്പോൾ അബ്രഹാത്തിനാണെങ്കിൽ പോലും സ്വന്തം പുത്രന് വാഗ്ദാനമായി കിട്ടുന്നത് ഒരു ഫിസിക്കൽ മെരിറ്റ്സും ബെനഫിറ്റ്സാണത്. അപ്പോൾ പല ഫിസിക്കലായിട്ടുള്ള ഭൗതികമായ ആനുകൂല്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ടി വരണത്. പക്ഷേ വിശ്വസ്തത ഇതുപോലെ വസ്തുക്കളെ വിഷയമാക്കുകയല്ല. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അതിൻ്റെ വിഷയം. ദൈവം തന്നെ വിഷയം. അപ്പോൾ വാട്ട് ഈസ് ഫിഡലിറ്റി? എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ സർവൈവ് ചെയ്യണം ആൾ. വിശ്വാസം തന്നെ സർവൈവ് ചെയ്യുക കഴിഞ്ഞാൽ അതിജീവിക്കും. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അഗ്നിപരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഈ വിലയാണ് പ്രശ്നം.
നീ വിലപ്പെട്ടവനാണെന്ന് പറഞ്ഞു. ആ വചനം ഒന്ന് വായിച്ചേ. ഏശയ്യ 43:4. യെശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവൻ, അതാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ് ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് പറയണത്. അപ്പോൾ അത് ദൈവം ഏകപക്ഷികമായിട്ട് പറയണതല്ല. ശരിക്കും പറഞ്ഞാൽ അത് യെശയ്യായോട് ആണ് അവിടെ പറയണത്, അഡ്രസ്സ് ചെയ്യണത്. നമ്മൾ കരിസ്മാറ്റിക് കാലം വന്നപ്പോൾ വഴിയെ പോണവന്മാർക്ക് എല്ലാവർക്കും നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് കളഞ്ഞ്. അത് ആൾക്കാർ പറഞ്ഞാൽ ശരിയാണല്ല, നിനക്ക് പകരം ഞാൻ ജനതകളൊക്കെ ഒരു കടത്ത ഈശോ പാപികൾക്ക് പരിഹാരമായ സ്വന്തം ശരീരം കൊടുക്കണത് കൊണ്ട് എന്തെങ്കിലും വില നമുക്കുള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ ബൈബിളിൽ 2 തരം വിലയുണ്ട്. ദൈവം കൽപ്പിച്ചു കൊടുക്കുന്ന വിലയുണ്ട്. പക്ഷേ ആ ദൈവം കൽപ്പിച്ചു കൊടുക്കുന്ന വില നമുക്ക് തരണത് അതിനുവേണ്ടിയുള്ള പുത്രനെ പോലും തരാൻ നമുക്ക് ദൈവത്തിന് ഒരു വില ഉള്ളത് കൊണ്ടാണ്. ആ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടുള്ളതാണ് വില. താൻ സൃഷ്ടിച്ചത് മനുഷ്യൻ നശിച്ചു പോകരുതെന്നുള്ള ചിന്തയിലാണ്, ആരും നശിച്ചു പോകരുതെന്നുള്ള ചിന്തയിലാണ് ആ വില വരണത്. 1 തിമോത്തി 2:4. ഇത് കേൾക്കണം കേട്ടോ ഈ വചനം. 1 തിമോത്തി 2:4. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് യേശുക്രിസ്തുവിനെ അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ കർത്താവിൻ്റെ ആഗ്രഹം എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയണം, സത്യം അറിയണമെന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നീ എനിക്ക് വിലപ്പെട്ടവനെന്ന് പറയണത്. അതാണ് വിഷയം. യെശയ്യാ 43:4 പറഞ്ഞത് എന്താണ്? നീ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ സാധ്യതയുള്ളവനായതുകൊണ്ട് നീ എനിക്ക് വിലപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിനക്ക് എന്തുമാത്രം ദൈവം വില ഉണ്ടെന്ന് നമുക്കറിയത്തില്ലേ. അപ്പോൾ യേശുക്രിസ്തുവിലാണ് ഈ വിലയൊക്കെ മനുഷ്യന് വരണത്. അപ്പോൾ നിനക്ക് പകരമായി ജനതകൾ നൽകുന്നത് തന്നെയല്ല, നിനക്ക് പകരമായി ജനതകൾ മാത്രമല്ലല്ലോ നൽകിയത്, സ്വന്തം പുത്രനെ പോലും നൽകിയില്ലേ. അത് വിലയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു മറുപുറമുണ്ട്. ഇത് ദൈവം യേശുക്രിസ്തുവിനെ പ്രതി നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിലയാണ്. ഇനി നമ്മൾ യേശുക്രിസ്തു സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ദൈവത്തിന് പിൻവലിക്കാൻ പറ്റാത്ത മറ്റേത് വിലയും ദൈവത്തിന് പിൻവലിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ ദൈവത്തിന് പിൻവലിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു വിലയുണ്ടാക്കാൻ നമുക്ക് പറ്റും. അതെങ്ങനെയാണ്? അവിടെയാണ് പീറ്റർ പറയണത്, സെൻറ്റ് പീറ്റർ എന്താണ്? അഗ്നി പരീക്ഷകൾ അതിജീവിച്ച 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയാചിതമായിട്ട് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. ആഡിങ് ഓഫ് വാല്യൂ. ദൈവം നമുക്ക് ഏകപക്ഷീയമായി യേശുക്രിസ്തുവിനെ പ്രതി നിശ്ചയിച്ചിരിക്കുന്ന വില അത് ദൈവത്തിന് വേണ്ടി പിൻവലിക്കാം. കാരണം ദൈവത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. പക്ഷേ ദൈവത്തിന് പിൻവലിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? നമ്മൾ ആ വിശ്വാസത്തിൽ വളർന്ന് അഗ്നി പരീക്ഷകളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ അതിജീവിക്കുമ്പോൾ സ്വയാർജിത കൃപയുണ്ടാകുന്നു. അതാണ് സ്വയാർജിതമായി നമുക്ക് വാല്യൂ ആഡ് ചെയ്ത് വരണത്. ആ രീതിയിൽ നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടവരാകും. അപ്പോൾ ദൈവത്തിന് മുമ്പ് 2 വിലപ്പെട്ടവരായി. ഇപ്പോൾ നീ എനിക്ക് ബഹുമാന് വിലപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ അതിന് 2 വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങൾ പോലെ. ഒന്ന്, ദൈവം എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നീയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. കാര്യം സത്യം അറിയാനാണ്, യേശുക്രിസ്തു അറിയാനാണ്. അതിൽ ദൈവം കൽപ്പിച്ച് നൽകുന്ന വില. രണ്ടാമത്, ദൈവജനം ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പേയ്മെൻറ്റ് വരും. ദൈവജനം ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഫിസിക്കലായിട്ടുണ്ടാകും നഷ്ടം, ലൈഫ് ആയിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകും. എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് സർവൈവ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മൂല്യം ദൈവദിവസനെ കൂടും. വാല്യൂ, സെൽഫ് ആഡിങ് ഓഫ് ദി വാല്യൂ, ദൈവദിവസന്നിധിയിൽ വാല്യൂ കൂടും. അത് ഒരു വിലയാണ്. അപ്പോൾ ഈ 2 വില, ഇത് നമുക്ക് ആഡ് ചെയ്ത് കൂട്ടാൻ പറ്റും, മറ്റത് എൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല. ദൈവമാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് കൺട്രോളില്ല. ദൈവത്തിന് എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ
അതിനെ എന്തുമാത്രം ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ തന്നെ അഗ്നിപരീക്ഷകളെ നമ്മൾ സുവിശേഷവിധമായി ജീവിച്ച് നമ്മളതിനെ അതിജീവിച്ച് വരികയാണെങ്കിൽ നമ്മുടെ വിശ്വാസം വിലയുള്ളതായി മാറും. ആ വില നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആഡ് ചെയ്യുന്ന വിലയാണ്. അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മരണം വരെ അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പം അങ്ങനെ ഒരു മൂല്യവർദ്ധിതമായിട്ടുള്ള ഒരു സാക്ഷ്യമാക്കാൻ അവസരം തന്ന ഈശോനാഥനും കൃപാസനമ്മയ്ക്ക് 1000 കോടി നന്ദി. എൻ്റെ പേര് ജോൺസൺ ജോസഫ്. ഞാൻ ഡൽഹിയിൽ നിന്ന് വരികയാണ്. ഡൽഹിയിൽ ഞങ്ങൾ ഇൻഫാൻറ്റ് ജീസസ് ഫൊറോന പള്ളി ഫരീദാബാദ് രൂപത അംഗങ്ങളാണ്. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ കാരണം പലരെ പോലെ എനിക്കും ജോലി മേഖലയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൃപാസനത്തെ പറ്റി ഞാൻ വളരെ വിരളമായിട്ട് കേട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചുണ്ടാകുമ്പോൾ വെയിറ്റ് കുറവാണ്, കോംപ്ലിക്കേഷൻസാണ്, നോർമൽ ഡെലിവറി പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ മമ്മി കൃപാസനത്തിൽ നന്ദി പറഞ്ഞോളാമെന്ന് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെ തീരുമാനിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മ നാട്ടിൽ വന്ന് നന്ദി പറഞ്ഞോളാമെന്ന് സമ്മതിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ഡെലിവറി നോർമലായിരുന്നു. അമ്മ അങ്ങനെയാണ് കൃപാസനത്തെ പറ്റി ആദ്യം കേട്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടി ഒത്തിരി അന്വേഷിക്കുമായിരുന്നു. ഈ ഫസ്റ്റ് കൊച്ചുണ്ടായ ശേഷം സിംഗിൾ ഏർണിംഗ് ഫാമിലിയിലായിരുന്നു ഞാൻ. വീട്ടിൽ വൈഫ് മെറ്റർണിറ്റി ബ്രേക്കിലായിരുന്നു. അപ്പോൾ ജോലി ഒത്തിരി ശ്രമിച്ചിട്ടാവുന്നില്ലായിരുന്നു. അവസാനം കൊച്ചുണ്ടായ 6-ാം മാസത്തിൽ ഒരു ജോലി കിട്ടിയത് ഒരു US സ്റ്റാർട്ടപ്സിലാണ്. അപ്പോൾ സ്റ്റാർട്ടപ്സ് സാധാരണ കമ്പനി പോലെയല്ല, അവർ ചോദിക്കുന്ന ശമ്പളം തരും, ഒത്തിരി നമുക്ക് ആനുകൂല്യമുണ്ട്, പക്ഷേ അതിൻ്റേതായ പ്രഷറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ജോലി കയറിയപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് ജോലി ആയിരിക്കും, പക്ഷേ അത് കയറിയപ്പോഴാണ് അറിയുന്നത് രാത്രി 11:30 തൊട്ട് രാവിലെ 8:30 വരെയുള്ള ജോലിയാണ്. അതൊത്തിരി പ്രശ്നങ്ങളിലായിരുന്നു. ആരോഗ്യമായിട്ട് എനിക്കും പ്രശ്നമായി. ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം അവിടുന്ന് അവർ പറ്റത്തില്ലെങ്കിൽ തുടരേണ്ട പറഞ്ഞ് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ആ ജോലി ഒരു 3-4 മാസം ശേഷം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നിട്ട് വീണ്ടും 3 മാസം ജോലിയില്ലാതെ വേറെ ജോലി കിട്ടി. അത് കിട്ടിയത് എനിക്ക് ഡൽഹിയിലാണ്. ഞങ്ങൾ ഇത്ര വർഷം ബാംഗ്ലൂരിലായിരുന്നു. ഈ രണ്ടാമത് കിട്ടിയ ജോലി ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ തിരിച്ചു പോയി. അവിടെ ഡൽഹിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ സ്വന്തം വീട്ടിൽ ഞങ്ങൾ പോയി. പക്ഷേ ഈ കമ്പനിയിൽ ജോലി കയറിയപ്പോൾ അവിടെ ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജോലിയിൽ പ്രതിസന്ധി സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ആ സമയത്ത് രണ്ടാമത്തെ കൊച്ചിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങളുടെ കൊച്ചിന് 1 വയസ്സായേ ഉള്ളായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കൊച്ചിൻ്റെ സ്കാനിന് നടന്ന ദിവസം ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിന് ഡൗൺ സിൻഡ്രോമിൻ്റെ സാധ്യതകളുണ്ട്. ആ ദിവസം തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ ഈ ജോലി പോകുന്നത്. അപ്പോൾ ഒത്തിരി മാത്രം വിഷമിച്ച് പോയി. പിന്നെ ഈ ജോലി ഇല്ലാത്ത സമയത്ത് എൻ്റെ സ്വന്തം കുടുംബത്തിലെ ആൾക്കാർ എല്ലാവരും അകന്ന് പോകുമായിരുന്നു. അപ്പോൾ 2ാം പ്രസവത്തിൽ ഞങ്ങൾ ഡൽഹിയിൽ എനിക്ക് ഫാമിലി സപ്പോർട്ട് ആരും ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ നടക്കും ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി നന്ദി പറയാം, നമ്മുടെ രണ്ടാമത്തെ കൊച്ചിൻ്റെ ഡെലിവറി സ്മൂത്തായി നടക്കുവാണെങ്കിൽ നന്ദി പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു. അപ്പോൾ ആരും ഫാമിലി ഇല്ലാത്ത സമയത്ത് ഒരു മിഷണറി കുടുംബം ഞങ്ങളെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ പ്രസവിക്കാൻ പോരെ. അങ്ങനെ പ്രസവിക്കാൻ നേരത്ത് വേറൊരു ഫാമിലി നമുക്ക് സപ്പോർട്ട് തന്നു. ആ ഉണ്ടായ കൊച്ചാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കൊച്ച് മോസസ്. ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറി തന്നെ ഉണ്ടായി. പക്ഷേ എന്നാലും കൊച്ചുണ്ടായ ശേഷം ജോലി ഇല്ലാതെ ഏകദേശം 1 വർഷം ആകാൻ പോകായിരുന്നു. അപ്പോൾ ഒത്തിരി വിഷമം ടെൻഷനായിരുന്നു എനിക്ക്. കാരണം ഞങ്ങളുടെ IT ഫീൽഡിൽ 1 വർഷം കഴിഞ്ഞാൽ ഡിമാൻഡില്ല എല്ലാവരും പറയും. പിന്നെ ഈ ജോലി ഇല്ലാതെ ഈ ഭാര്യയും പിള്ളേർ മാത്രം ഇരിക്കുമ്പോൾ എല്ലാവരും ഒരു ഒറ്റപ്പെടുത്തൽ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. വീട്ടിലാരും ഇല്ല. അപ്പോൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈഫിൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു അവരുടെ ഭർത്താവിൻ്റെ ജോലി പ്രശ്നമായിട്ട് അവരുടെ അമ്മ ഉടമ്പടി എടുത്തു. അപ്പോൾ അന്ന് എനിക്കൊരു സ്വഭാവമുണ്ട്, ഇത്തിരി ചിന്തിക്കാറില്ല. അപ്പോൾ എന്താണ് എടുത്ത് ചാടി ചെയ്യും. അപ്പോൾ അത് ഇവിടെ എനിക്ക് ഫലപ്രദമായി. ഉടമ്പടി എടുത്താൽ ജോലി കിട്ടും. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഉടമ്പടിയെ പറ്റി വായിച്ചു മനസ്സിലാക്കിയിട്ട് 24 ജൂൺ 2025 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരു നിയോഗം ഞാൻ വെച്ചത് എനിക്കൊരു 6 അക്കം ശമ്പളം ജോലിയാണ്. അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് ഇത്ര ഡിമാൻഡ് ആകാൻ പാടുണ്ടോ, നമുക്ക് ഇപ്പോൾ ജോലിയല്ല വേണ്ടത്. പക്ഷേ എനിക്കറിയാം എൻ്റെ അമ്മേൻ്റെ സാഹചര്യം. കാരണം ജോലിയില്ലാതെ 1.5 വർഷമോളം സാമ്പത്തികമായ ഒത്തിരി ഞെരുക്കങ്ങളുണ്ടായി. ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ലാതെ
അപ്പോൾ സഹായിച്ച ആൾക്കാർക്ക് ഒന്ന് തിരിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് അത്ര ശമ്പളം വേണ്ടേ ഉള്ളൂ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഉടമ്പടി ആദ്യമായി അങ്ങനെ തുടങ്ങിയപ്പോൾ ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഒരു ദിവസം പറഞ്ഞു, ഒരാൾക്ക് കാനഡയിൽ വിസ പുള്ളിക്ക് കിട്ടാതെ ഒരാഴ്ച ഉള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം കാനഡയിൽ PR കിട്ടാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടിൽ ഉപ്പ് തേച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ലാപ്ടോപ്പാണല്ലോ ജോലി നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ ഞാൻ ലാപ്ടോപ്പിൽ കണ്ടു, ഒരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയിൽ. ഞാൻ എന്നിട്ട് ഈ ധ്യാനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് കൃപാസൻ്റെ ഉപ്പ് ഞാൻ ആ ജോബ് പോസ്റ്ററിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തേച്ചു. അതേപോലെ തന്നെ എനിക്ക് ഇതേ കമ്പനിയിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് HR കോൾ വന്നു, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. ഇതിന് മുമ്പ് ഞാൻ ഈ കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ട് വേറെ ഒരു റെഫറൽ വഴി, പക്ഷേ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഉപ്പ് തേച്ച കാരണം എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ജോലി കിട്ടി. അവരും കൃത്യം ഒരാഴ്ചക്കുള്ളിൽ ഇൻ്റർവ്യൂ നടത്തി ശരിയാക്കി. എനിക്ക് വീട്ടിൽ നിന്ന് മാറണം ഒരു നിയോഗം ഇതുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോകണമായിരുന്നു, കാരണം ജോലിയില്ലാതെ ഒത്തിരി നാൾ ആ സ്വന്തം വീട്ടിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വേറെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ടായിരുന്നു ഭാര്യയ്ക്കും പിള്ളേർക്കും എനിക്കും. അപ്പോൾ ജോലി കിട്ടിയ ഉടനെ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഒരു ഭവനത്തിൽ മാറാൻ പറ്റി. അങ്ങനെ ഈ പുതിയ ജോലി നന്നായി പോകുമായിരുന്നു. പക്ഷേ വീണ്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കാരണം ഈ സ്റ്റാർട്ടപ്പുകൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പതുക്കെ അവർ ഒരു ദിവസം 14-15 മണിക്കൂർ ജോലി എടുക്കേണ്ട അവസ്ഥ വന്നായിരുന്നു. പിന്നെ പതുക്കെ ഞായറാഴ്ച വരെ പണിയെടുക്കുന്ന രീതിയിൽ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരിതുണ്ടായിരുന്നു, ഞാൻ ഞായറാഴ്ച പണിയെടുക്കുന്നത് സാബത്ത് പോലെ തന്നെ ആചരിക്കണം. എനിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഞായറാഴ്ച പണിയെടുക്കാതിരിക്കുമ്പോഴൊക്കെ അതിൻ്റേതായ കോൺസിക്വൻസ് ഉണ്ടായി എനിക്ക്. അപ്പോൾ പതുക്കെ അവർ പറഞ്ഞു വന്നപ്പോൾ ഇത് പറ്റത്തില്ലെങ്കിൽ നമുക്ക് തുടരേണ്ടെന്ന രീതിയിൽ അവർ ഇൻഡയറക്റ്റ്ലി പറയാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ ജനുവരി മാസത്തിൽ ഒരു ദിവസം ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ്റെ ഒരു വചനം കേട്ടു. എസേക്കിയേൽ അധ്യായം 16 6-8 തൊട്ടുള്ള വാക്യം, ജീവിക്കുക വയലിലെ ചെടികളെ പോലെ ജീവിക്കുക. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി പ്രചോദനം തോന്നി. കാരണം എനിക്ക് ജോലിയില്ലാത്ത വരുമ്പോൾ ഒരു ഫാമിലി സപ്പോർട്ടില്ലാതെ ഞാൻ ഒത്തിരി ഒറ്റപ്പെട്ട് പോയി. എനിക്ക് ഒത്തിരി വിഷമമാണ്, എനിക്ക് ആരുമില്ല. പക്ഷേ ആ ഒരു വചനം കേട്ട് തൊട്ട് എനിക്ക് ഒത്തിരി ഉന്മേഷം കിട്ടി. ഞാൻ ഇനി മാതാവിനോട് പറഞ്ഞു, എനിക്ക് നിത്യതയാണ് പ്രധാനം. കാരണം എനിക്ക് ജോലി വിടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ജോലി ഉടമ്പടി വഴിയാണല്ലോ കിട്ടിയത്. പക്ഷേ അച്ഛൻ്റെ ധ്യാനങ്ങളിൽ കേട്ടപ്പോൾ വിഷയസംബന്ധിയായ വിശ്വാസമല്ല നമുക്ക് വേണ്ടത്, നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസം. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ആ ജോലി വിടാൻ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ സന്തോഷത്തോടെ തന്നെ HR റെസിഗ്നേഷൻ കൊടുത്തു. ഞാൻ 4 മാസത്തോളം വീട്ടിലായിരുന്നു. ആ നോമ്പ് കാലഘട്ടത്തിൽ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി. ആ സമയങ്ങളിൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഒത്തിരി ദേഷ്യം വന്നായിരുന്നു. ഈ അമ്മമാരുടെ പ്രായമുള്ള സ്ത്രീകളോട് ഒത്തിരി വെറുപ്പ് വന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം അനുഭവങ്ങളിലും അല്ലാത്ത ജീവിതങ്ങളെ കാണുമ്പോൾ ഈ അമ്മമാർ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അങ്ങനത്തെ ഒരു ധാരണ വന്നുപോയി. പക്ഷേ ഈ നോമ്പ് കാലത്ത് ഞാൻ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് വിടുതൽ കിട്ടി. കാരണം നമുക്ക് നിത്യതയാണ് വേണ്ടത്. അപ്പോൾ ഒന്നിനും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ തീരുമാനിച്ച് ആ ഒരു ഏരിയ കുമ്പസാരിച്ചു. പിന്നെ ഈ ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിന് ദാനമാണ്. പക്ഷേ ഈ പല പ്രാവശ്യം ജോലി പോയപ്പോൾ പലരുടെ വായെന്ന് കേട്ട് എനിക്ക് തോന്നി, പിള്ളേർ കാരണം കരിയർ തടസ്സമാണോ? പക്ഷേ ആ ഒരു ചിന്താഗതി തെറ്റാണ്. അത് കുമ്പസാരിച്ച് എനിക്ക് രണ്ടാമതൊരു ജോലിക്ക് ഒരു ഓഫർ വന്നിരുന്നു. അവർക്ക് അത് സീനിയർ പൊസിഷനാണ്. അതിന് 15-18 വർഷമാണ് എക്സ്പീരിയൻസ് വേണ്ടത്. എനിക്ക് അത്ര ഇല്ല. പക്ഷേ ആ ജോലിക്ക് വേണ്ടി അവരെന്നെ വിളിച്ചു. പക്ഷേ അന്ന് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൻ്റെ 5 മിനിറ്റ് മുമ്പ് കൊച്ചിനൊക്കെ ഉറക്കിയിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് കൊച്ച് ഉണർന്നേറ്റു. അപ്പോൾ ഞാൻ വീണ്ടും പഴയ ചിന്തിക്കാതെ ഞാൻ കൊച്ചിനെ നെഞ്ചോട് ചേർത്ത് നന്ദി പറഞ്ഞു ഈശോയോട്. ഞാൻ ഇൻ്റർവ്യൂ കയറി, ക്യാമറ ഓൺ ആയിരുന്നു. പക്ഷേ കൊച്ചിൻ്റെ കയ്യിൽ ഉറക്കിക്കൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂ എനിക്ക് ക്ലിയറായി. ഈ പറഞ്ഞ അപ്പോൾ അവിടെ മെറിറ്റ് വെച്ച് നോക്കിയാൽ എനിക്ക് കയറാൻ സാധ്യതയില്ല. കാരണം അവർ നോക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ 3 പ്രാവശ്യം ജോലി കമ്പനി വിട്ടു. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ്. പക്ഷേ ഞങ്ങൾ മെറിറ്റിലല്ല, മാതാവിൻ്റെ കൃപയെ മാത്രം ആശ്രയിച്ചു, ഉടമ്പടിയിൽ ആശ്രയിച്ച് ഈ ജോലി എനിക്ക് കിട്ടി. അപ്പോൾ ഈ പ്രാവശ്യം ജോലി കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പത്രമെങ്കിലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പത്രം കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം പള്ളി കണ്ടു. ഒരു സിസ്റ്ററെ അടുത്ത് ഒത്തിരി പത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 30 പത്രം എടുത്തു. ആ പത്രം എടുത്തിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലായിരുന്നു. ഞാൻ ഒരു ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിൽ കുറേ പത്രങ്ങൾ കൊടുത്തു. പിന്നെ മയാൻമാറിലെ ബർമീസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്ക് ഇംഗ്ലീഷ് പത്രം കൊടുത്തു. ആ പത്രം കൊടുത്ത അന്ന് ഞാൻ ഒരു സ്വപ്നം കണ്ടു. രാത്രിക്ക് വലിയൊരു കെട്ടിടത്തിൽ ഞാൻ എസ്കലേറ്ററിനെ കയറി പോവുകയാണ്. വലിയൊരു കെട്ടിടത്തിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നന്നായി സംസാരിക്കുന്നു, നല്ലൊരു പൊസിഷനിൽ.
എനിക്ക് കിട്ടിയ ജോലി അതുപോലെ തന്നെ വലിയൊരു 20 നില കെട്ടിടത്തിലാണ്, ഒത്തിരി സീനിയർ പൊസിഷനിലാണ്. മെറിറ്റ് ഒന്നുമല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായി ഞാൻ ഈ രണ്ടാമത്തെ ജോലി ഉടമ്പടി വന്ന ശേഷം എനിക്ക് അറിയാൻ പറ്റുന്ന ആരെങ്കിലും കുടുംബത്തിൽ പിള്ളേരുണ്ടായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന, ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ ഒത്തിരി സഹായിക്കാൻ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്ന ദമ്പതികളെ ആണെങ്കിലും കുടുംബങ്ങളെ സഹായിക്കാൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് സാമ്പത്തികമായി. തണുപ്പ് കാലത്ത് ഡൽഹിയിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷം ഈ കമ്പിളി വിതരണത്തിനൊക്കെ ആൾക്കാർ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അവിടെയും ഞാൻ അവരുമായിട്ട് സഹകരിച്ചു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം ഓരോ ദിവസവും ഡെയിലി ബ്രെഡിൽ ഒറ്റൊരു പ്രാർത്ഥനയേ ഉള്ളൂ, എന്നും മരിക്കുന്നവരെ ഉടമ്പടിയിൽ വൃത്തിയായിട്ട് ജീവിക്കുക. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അമ്മ മാതാവിന് 1000 കോടി നന്ദി. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീരിച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജോൺസൺ ജോസഫ്, ഡൽഹി, തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിലൂടെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്നുകൊണ്ടുള്ള അനുഭവ സാക്ഷ്യമായിരുന്നു നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തൻ്റെ ജോലി സംബന്ധമായ പലവിധ കാര്യങ്ങൾ, ജോലിയും ഓരോ സമയം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള നിരവധിയായ ബുദ്ധിമുട്ടുകളാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ കൂടി തനിക്ക് രണ്ടാമത്തെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം എന്ന പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും യാതൊരുവിധ കുഴപ്പവും കൂടാതെ കണ്ട രണ്ടാമത് കുഞ്ഞിനെ പരിശുദ്ധ അമ്മയിലൂടെ നൽകി അനുഗ്രഹിച്ചുവെന്ന് സാക്ഷി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിലും ജീവിതത്തിൽ ഒരു ജോലി വളരെ അത്യാവശ്യമാണെന്നുള്ള പ്രതിസന്ധിയിലേക്ക് കടന്നു വരുമ്പോഴും IT ഫീൽഡായതുകൊണ്ട് തന്നെ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേഖലയിൽ പലവിധ ഉയർച്ച താഴ്ചകളാണ് ഉണ്ടാക്കി ചെയ്യുന്നത്. എന്നാൽ തനിക്ക് ജോലി ലഭിക്കുന്നുണ്ട്. എന്നാൽ തുടർന്ന് പോകുമ്പോഴത്തേക്ക് വർക്ക് പ്രഷറിൻ്റെ കാര്യങ്ങൾ മൂലം അത് പലതരത്തിലേക്ക് അത് താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഫാമിലിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിലും ഫാമിലിയുടെ ഒരു വലിയ സപ്പോർട്ട് പോലും ഇല്ലാത്ത ഒരു മാനസികമായ വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കുമാണെങ്കിലും പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ ചേർത്ത് നിർത്തി താങ്ങായി കൊണ്ടുപോയെന്ന് പറയുന്നത് ഇവരുടെ നിയമങ്ങളെക്കാൾ ഉപരി മറിച്ച് നിത്യതയാണ് ലക്ഷ്യമെന്നുള്ളൊരു ചിന്തയോടു കൂടിയാണ് മുമ്പോട്ട് പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കുകയത്. അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോഴത്തേക്കുമാണെങ്കിലും എപ്രകാരം ഒരു അനുഭവത്തിലൂടെ ഉപ്പുപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കാനുണ്ട് കേട്ട ജോൺസൺ ജോസഫിനെ സഹായിക്കുക ചെയ്തത്. താനൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനും അത് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തിലൂടെയൊക്കെ താൻ അതിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും അത് അനുഗ്രഹമായിട്ട് മാറുകയും. എന്നാൽ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അതും വലിയൊരു തടസ്സമായിട്ട് മുമ്പോട്ട് പോവുകയൊക്കെയാണ് ചെയ്തത്. പിന്നെയും മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് വചനത്തോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരു പരിശുദ്ധ അമ്മയുടെ ഇടപെടലെന്നോണം തനിക്കൊരു സ്വപ്നം കാണാനായിട്ട് വഴിയാണ് ഒരു എസ്കലേറ്ററിലൂടെ ഒരു ഉയർന്ന സ്ഥലത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്നത്. അത് തനിക്ക് ലഭിച്ച ഒരു ഇൻ്റർവ്യൂയിലൂടെ തനിക്കത് ഒരു വലിയൊരു ഉന്നതമായൊരു IT ഫീൽഡിലേക്ക്, കമ്പനിയിലേക്ക് തനിക്ക് ജോലി ലഭിച്ചുകൊണ്ട് ജോലി നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയാണ് ഈ കുടുംബത്തെ. കാരണം ഓരോ സമയം ഇവ ജോലി സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോഴും മക്കളും കരിയറും തമ്മിലുള്ളൊരു വലിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും മക്കളെ ചേർത്ത് കൊണ്ടുള്ള വലിയൊരു അനുഭവ സാക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ ജോൺസൺ ജോസഫ് പങ്കുവയ്ക്കുക ചെയ്യുന്നത്. കാരണം നിത്യ ലക്ഷ്യമാക്കുമ്പോൾ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും എൻ്റെ തന്നെ കുറവുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ളൊരു വലിയൊരു ബോധ്യത്തോടു കൂടിയാണ് സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക. ഇനി ഈ കുടുംബത്തെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷിക്കുന്ന സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഇന്നേ ദിവസം എന്നെ സന്നിധിയിൽ നിർത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സാനി ജോർജ്. ഞാൻ എടത്തുവയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ 2024 മെയ്യിൽ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം
ഞാൻ അയർലൻഡിലാണ് ജീവിക്കുന്നത്. അവിടെ വെച്ച് എനിക്ക് പെട്ടെന്ന് ഒരു അതികഠിനമായ നടുവേദന ഉണ്ടാകുകയും, നിങ്ങൾക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലെ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പുവറാണ്. നമുക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നാലും അവരൊരു പെയിൻ കില്ലർ തന്ന് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം നമ്മുടെ ഫിസീഷ്യനെ കണ്ടു. അവർ കുറച്ച് മരുന്ന് തന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി 18 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു അവിടെ. പക്ഷേ അവരൊരു എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു, വീണ്ടും മരുന്ന് തന്നിട്ട് പറഞ്ഞു പൊക്കോളൂ, ഇനി എന്തെങ്കിലും കൂടുവാണെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞു. എനിക്കൊരു ഫിസിയോതെറാപ്പി അപ്പോയിൻമെൻറ്റും തന്നു. അങ്ങനെ എൻ്റെ സിംറ്റംസൊക്കെ കൂടുന്ന കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായത് സാധാരണ നടുവേദനയല്ല. ഞാൻ തന്നെ ഞാനും ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്, ഞാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ത് രോഗമായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ MRI ഞങ്ങൾ പ്രൈവറ്റായിട്ട് ചെയ്തു. MRI റിസൾട്ട് വരാൻ അനദർ 2 വീക്സ് എടുക്കും. പക്ഷേ അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഫിസിയോതെറാപ്പി അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ എൻ്റെ ഫോണിൽ MRIയുടെ ഇമേജസ് വരാൻ തുടങ്ങി. ഞാൻ ആ ഫിസിയോ അപ്പോയിൻമെൻറ്റ് പോയപ്പം ഞാൻ കണ്ട ഫിസിയോ എൻ്റെ ഹോസ്പിറ്റലിൽ പ്ലേസ്മെൻറ്റ് ചെയ്ത ഒരു ഫിസിയോ ആയിരുന്നു. പുള്ളി എന്നോട് എൻ്റെ സിംറ്റംസൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇന്ന അസുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ ഒന്ന് ഞെട്ടി. കാരണം അതൊരു വളരെ റെയറായിട്ടുള്ള അസുഖമാണ്. അങ്ങനെ പുള്ളി കൂടുതലായിട്ട് അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതൊരു സ്പൈനൽ കോഡ് കംപ്രഷൻ അതിൻ്റെ ഡിസീസാണ്. അതിൻ്റെ പേര് കോഡ ഇക്വൈന സിൻഡ്രോം എന്നാണ്. അത് വളരെ റെയറായിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ മെഡിക്കൽ എമർജൻസി. ഇങ്ങനെ ആരെങ്കിലും അത് ഡയഗ്നോസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ MRIയുടെ റിസൾട്ട് ഞങ്ങൾക്കും കാണാൻ പറ്റി, ഇത് തന്നെയാണ് അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡ് ഒരു ലെവലിൽ കംപ്രസ്സായി പോയിട്ട് അതിന് താഴോട്ടുള്ള നെർവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നു പോവുകയും അതിന് താഴെയുള്ള ഭാഗം പാരലൈസ്ഡ് ആയി പോവുകയും ചെയ്യുന്നൊരു അസുഖമാണ്. അപ്പോൾ എൻ്റെ കംപ്രഷൻ ലെവൽ അനുസരിച്ചിട്ട് എൻ്റെ ബ്ലാഡർ, ബൗവല്, എൻ്റെ കാലുകൾ തളർന്നു പോകാനുള്ള അതാണ് അസുഖം. അപ്പോൾ എനിക്ക് കാലിന് ചെറിയ വീക്ക്നെസ് തുടങ്ങി. കാലിൽ തരിപ്പ്, പിൻസാ നീഡിൽസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ബ്ലാഡറിന്, യൂറിനറി ബ്ലാഡറിനും ചെറിയ സിംറ്റംസൊക്കെ ആയി. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ സ്പൈനൽ സർജൻ വേണം സർജറി ചെയ്യാൻ. കാരണം സ്പൈനൽ സർജൻ എപ്പോഴും ഹോസ്പിറ്റലിൽ ഡബ്ലിനിലാകെ 3 സ്പൈനൽ സർജൻസേ ഉള്ളൂ. അവരന്വേഷിച്ചപ്പോൾ അവിടെ കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ അന്വേഷിച്ചപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് മാതാവ് അവിടെ സ്പൈനൽ സർജൻ പ്രസൻ്റ് ആയിരുന്നു. പുള്ളി അന്ന് ജോലിക്ക് വരേണ്ട ആളല്ല. പുള്ളിയെയും അന്നത്തെ ദിവസം പുള്ളി ജോലിക്ക് ആരുടെയോ ഡ്യൂട്ടി സ്വാപ്പ് ചെയ്ത് അവിടെ എത്തിയതാണ്. പിറ്റേ ദിവസം മുതൽ പുള്ളി 2 ആഴ്ചത്തേക്ക് ലീവുമാണ്. അങ്ങനെ ഡോക്ടർ എന്നെ വന്ന് കണ്ട് പുള്ളി എന്നെ അന്ന് തന്നെ സർജറി ചെയ്തു. പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി കംപ്രസ്ഡായ നെർവ്സ് വന്ന സിംറ്റംസ് ഒന്നും തിരിച്ചു വരത്തില്ല. അതിൻ്റെ പ്രോഗ്നോസിസ് ആണ്, അതിൻ്റെ ഡിസീസ് പ്രോഗ്രഷനാണ് കുറയ്ക്കാൻ വേണ്ടിയാണ് സർജറി. ഓൾറെഡി എനിക്ക് തോന്നിയ യൂറിനറി ബ്ലാഡർ സിംറ്റംസോ എൻ്റെ കാലിലെ മരവിപ്പോ പിൻസാ നീഡിൽസോ ലെഫ്റ്റ് കാലിൻ്റെ വീക്ക്നെസ്സോ ഒന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല. ചിലപ്പം വരാമായിരിക്കാം, ചിലപ്പം മോശമാകാമായിരിക്കാം. എന്തുകൊണ്ടാണ് സർജറിയുടെ സൈഡ് എഫക്റ്റായിട്ട് അവർ പറഞ്ഞത്? എനിവേ എനിക്ക് എല്ലാ സിംറ്റംസും കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് സർജറി ചെയ്തുകൊണ്ട് ഇനി പ്രോഗ്രസ് ഒരുപാട് വേഴ്സ് ആകത്തില്ലെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ഞാൻ 6 മുതൽ 8 ആഴ്ച വരെ ബെഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എണീറ്റ് നടന്ന് തുടങ്ങിയപ്പം ബോഡിയൊക്കെ ഭയങ്കര സ്റ്റിഫ്നെസ്സും. ഞാനൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ജോലി ഹെവി ആയിട്ടുള്ള ജോലിയാണ്. ഞാൻ ന്യൂറോ റീഹാബിലിറ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല സ്ട്രെങ്ത് ഇല്ല, എനിക്ക് ഒരിക്കലും ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 6 മാസം എനിക്ക് ലീവ് തന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എണ്ണീറ്റൊക്കെ ഇരിക്കുമ്പോഴും 15 മിനിറ്റുള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ബട്ടക്സൊക്കെ മരവിച്ച് വരികയും പെട്ടെന്ന് എണ്ണീറ്റ് നടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരികയായിരുന്നു. പക്ഷേ എനിക്ക് നമ്മുടെ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് അറൗണ്ട് ടോട്ടൽ 13 to 14 hours ഉണ്ട്. അപ്പോൾ എനിക്ക് അത്രയും നേരം ഇരുന്ന് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇച്ചിരിയൊക്കെ ബെറ്റർ ആയപ്പോൾ ഞാൻ പയ്യെ നാട്ടിൽ വന്ന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ കൂടി അച്ഛൻ സായിത്ത് പുരട്ടി എൻ്റെ കയ്യിൽ പുരട്ടി തന്നത് നടുവിന് തേച്ച് പ്രാർത്ഥിച്ചു. അന്ന് ആ നിമിഷം എൻ്റെ നടുവിൽ നിന്ന് എന്തോ ഒരു വെയിറ്റ് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ബലം കിട്ടിയ പോലെ. കാരണം നമ്മൾ 8 ആഴ്ചയൊക്കെ ബെഡിൽ കിടന്നിട്ട് എണ്ണീറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ശക്തി ഇല്ലാത്ത പോലെ തോന്നുന്നു. ആ ഒരു എന്തോ ഒരു വെയിറ്റ് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻസും ഒക്കെ കിട്ടി. ഞാൻ തിരിച്ച് അയർലൻഡിലെത്തിയെങ്കിലും എനിക്ക് അപ്പോഴും ലീവ് തന്നവർ. പിന്നെ എനിക്ക് എൻ്റെതായ ജോലി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാതാവിൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് അവിടെ ലൈറ്റ് വർക്ക് ഉള്ള വാർഡിലേക്ക് അവർ മാറ്റി തന്നു. എന്നാലും എനിക്കൊരു പേഷ്യൻറ്റിനെ പിടിക്കാനോ ഒരു ചെറിയ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം എന്തും വേണ്ടി ആരോഗ്യം വേണമെന്ന്. ഒരാളെ എണ്ണീപ്പിക്കാനും അതിന് ഹെൽപ്പ് ചെയ്യാനും അല്ലെ ഒരു വെയിറ്റ് എടുത്ത് കൊടുത്ത് എപ്പോഴും കുനിയണം, നിവരണം, എനിക്കിതൊന്നും പറ്റത്തില്ലായിരുന്നു.
പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇന്നും എനിക്കൊരു ആ ലൈറ്റ് ഡ്യൂട്ടിയിൽ തന്നെ ജോലി ചെയ്യാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാനും എനിക്ക് സാധിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ എനിക്കൊരു ചെറിയ പ്രൊമോഷനും ഒരു ടെമ്പററി ലെവലിലാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇനിയുള്ള കാര്യങ്ങളും മാതാവ് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാനും എൻ്റെ മക്കളും കൂടി ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന് 2024 ഞാൻ ഈ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതിന് പോയതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര മഴയാണ്. ഓട്ടോ പോകുന്നു, ഒരു ഹില്ലായിട്ടുള്ള ഏരിയ കയറ്റത്തിലോട്ട് പോവുകയാണ്. കയറിയപ്പോഴേ തോന്നി ഓട്ടോയ്ക്ക് എന്തോ ബാലൻസ് ഇഷ്യൂ. ഡ്രൈവ് ചെയ്യുന്ന ചേട്ടനുണ്ടെന്ന് ചേട്ടൻ ഓക്കെ ആണോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഓക്കെ ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓട്ടോ ബാലൻസ് തെറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയി. അതൊരു നാഷണൽ ഹൈവേ ആണ്. കണ്ണ് തുറന്നോ അടഞ്ഞോ എനിക്കറിയത്തില്ല. എൻ്റെ മാതാവേന്ന് വിളിച്ചത് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഓട്ടോയെ ആരോ പൊക്കിയെടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുന്ന പോലെയാണ് തോന്നിയത്. ഞങ്ങളുടെ എതിർ ദിശയിൽ നിന്ന് 2 വലിയ ലോറികൾ പാഞ്ഞു വരികയായിരുന്നു. ഞങ്ങളെ ഓട്ടോയുടെ സ്പീഡും ആ കയറ്റത്തിൻ്റെ റോഡിൻ്റെ രീതിയും അനുസരിച്ച് ഞങ്ങൾ 4 പേരും, ഞങ്ങൾ 3, ഞാനും 2 മക്കളും ഓട്ടോ ഓടിച്ച ആളും അവിടെ തന്നെ മരിക്കേണ്ടതായിരുന്നു. ആരോ ഓട്ടോ പൊക്കി വെക്കുന്ന പോലെ ഉള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങൾക്ക് ഒരു പോറൽ പോലും ഏക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. എൻ്റെ കയ്യിൽ, എൻ്റെ ബാഗിൽ എപ്പോഴും മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പും എപ്പോഴും ഞാനത് കൊണ്ട് നടക്കും. ഈവൻ ഞാൻ ഡ്യൂട്ടിക്ക് പോയാലും എപ്പോഴും കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. രാവിലെ എന്നും എടുത്ത് തൈലം തൂത്തിട്ടാണ് വീടിന് പുറത്തിറങ്ങാറുള്ളത്. അതാണ് എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമതായിട്ട് ഞങ്ങളുടെ വണ്ടി മോഷണം പോയി അയർലൻഡിൽ വെച്ച്. അത് വണ്ടി മോഷണം പോയാൽ സാധാരണ കാർ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ വണ്ടി മോഷണം പോയപ്പം വണ്ടിയുടെ കീയും കൂടെ പോയി. വണ്ടിയുടെ കീ പോയ ഇൻഷുറൻസ് കമ്പനി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അവർ പറയും നമ്മുടെ ഫോൾട്ടാണ്, നമ്മൾ കീ സൂക്ഷിച്ചില്ല എന്ന് പറയും. വണ്ടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, വളരെ വിലപ്പെട്ട സാധനങ്ങൾ. 2 മൊബൈല്, ലാപ്ടോപ്പ്, പാസ്പോർട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായി. ഈ വണ്ടി മോഷണം പോയി. നല്ല വിലയുള്ള വണ്ടിയാണ്, 10-60 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. പോയി എന്ന് മനസ്സിലാക്കി. അപ്പം എൻ്റെ ഫോണും വണ്ടിയിലുള്ള ഫോണും തമ്മിൽ ലിങ്ക്ഡാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം ഈ ഫോണിൻ്റെ ഡയറക്ഷൻ, ഫോൺ എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. പോലീസിനെ അറിയിച്ചിട്ട് അവർ പറഞ്ഞു വണ്ടി മോഷ്ടിക്കുന്ന ഒരു ക്രിമിനൽസാണ്, അവർ എന്തെങ്കിലും ക്രൈമിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു സീനിലോട്ട് നമ്മൾ പോകത്തില്ല, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ ലൈഫിനും ത്രെട്ടാണ്, ഞങ്ങളത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിച്ചു. ഞങ്ങൾ പറഞ്ഞു ഈ വണ്ടി മൊബൈൽ ഒരേ ലൊക്കേഷനാണ് കാണിക്കുന്നത് 10-20 മിനിറ്റായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് അവിടെ ഉപേക്ഷിക്കപ്പെട്ടെന്നോ. അപ്പോൾ വണ്ടി ഒന്നീ മൊബൈലിൽ കാണും, അല്ലെ മൊബൈൽ അവർ വലിച്ചെറിഞ്ഞു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ പോലീസുമായിട്ട് അവിടെ ചെന്നു. നമുക്കങ്ങനെ മൊബൈൽ റിക്കവർ ചെയ്തു, വണ്ടി കിട്ടിയില്ല. അങ്ങനെ മൊബൈൽ കിട്ടിയ അനുസരിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഇമെയിൽസും ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ ഉള്ള ഒരു മൊബൈലായിരുന്നു അത്. അതെല്ലാം ഫ്രീസ് ചെയ്യാനും മൊബൈലിൽ കൂടി വണ്ടിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനും സാധിച്ചു. പക്ഷേ അവിടുത്തെ പോലീസ് പിന്നെയും പറയുകയാണ് ക്രൈം ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാനാണ് അവർ മോഷ്ടിക്കുന്നത്, ഞങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നാലും ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞു. 2 ദിവസം പറഞ്ഞു, രക്ഷയില്ല, പോയി. ഞങ്ങൾ വിട്ടു. പിന്നെ കാണിക്കുന്ന ലൊക്കേഷൻ സ്വീഡനിലാണ്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, അയർലൻഡും കഴിഞ്ഞ് സ്വീഡനിലെത്തിയ വണ്ടി കിട്ടത്തില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്. അതൊന്ന് മാതാവിൻ്റെ ധ്യാനം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ 2ാമത്തെ കീ ഉണ്ട്, അതിൽ ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി 2:30 ആയപ്പം ഞങ്ങൾക്കൊരു കോൾ വന്നു, നിങ്ങളുടെ വണ്ടി ഇന്ന സ്ഥലത്ത് കിട്ടി, പക്ഷേ വണ്ടിയിൽ കീ ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിരിക്കുന്ന 2nd കീ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇത് വിളിച്ചത് പോലീസുകാരനാണോ കള്ളനാണോ 2nd കീ കിട്ടാനാണോ നമുക്കൊന്നും അറിയത്തില്ല. രാത്രിയിൽ നമ്മൾ എണ്ണീറ്റ് ഈ കേസ് രജിസ്റ്ററായ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടി കിട്ടിയതായിട്ട് അറിവൊന്നുമില്ല. എന്നിട്ട് പിന്നെ വിളിച്ച ഒരു പോലീസുകാരൻ്റെ പേരൊക്കെ ചോദിച്ചിരുന്നത് കൊണ്ട് നമ്മൾ മറ്റേ അയാളുമായിട്ട് ബന്ധമുള്ള സ്റ്റേഷനിൽ വിളിച്ചപ്പം പറഞ്ഞു അങ്ങനെ ഒരു പോലീസുകാരൻ ഇവിടെ ഉണ്ട്, അവൻ ഡ്യൂട്ടിയിലും ഉണ്ട്, അപ്പോൾ സത്യമായിരിക്കും, അങ്ങനെ അയാൾ വരികയാണെങ്കിൽ കീ കൊടുത്തേക്കാൻ പറഞ്ഞു. രാത്രി 3 മണിയായപ്പോൾ വീട്ടിലെത്തി. പോലീസിൻ്റെ വേഷം ധരിച്ച ഒരാൾ. അപ്പം കണ്ട ഒരു വളരെ ചെറുപ്പക്കാരൻ, 21 വയസ്സ്. നമ്മൾ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് ഇയാൾ പോലീസുകാരനായോ അതോ അല്ല കള്ളനാണെന്നുള്ള മനസ്സിലുണ്ട്. എന്നാലും അവർ ഇൻഫോം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ കീയും കൊടുത്ത് പിറ്റേ ദിവസം മനസ്സിലായത് പോലീസുകാരൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ വണ്ടി കിട്ടി. വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വണ്ടി കിട്ടാൻ ദൈവം സഹായിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി അത് പേ ചെയ്യത്തില്ല. നമുക്ക് ദൈവം കൊണ്ടു തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഞങ്ങളുടെ വണ്ടിയിലും മാതാവിൻ്റെ കാശുരൂപമുണ്ട്. 3ാമത്തെ ദിവസം തന്നെ വണ്ടി കിട്ടാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിച്ച് ഇംഗ്ലീഷും മലയാളം പത്രങ്ങളും കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടും, എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടും. ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ചത്തെ ധ്യാനവും വളരെയധികം ആളുകൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. നമ്മൾ ഒരുപാട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും നമുക്കൊരു പണിയില്ല,
അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അത് എല്ലാ ദിവസവും ഞാൻ വായിക്കുന്ന ബൈബിൾ ഭാഗത്തിലെ ഒരു വചനം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതെൻ്റെ സ്റ്റാറ്റസ് ആക്കിയിടും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് നമ്മുടെ അടുത്തും ദൂരെയായിട്ട് അനാഥാലയങ്ങൾ, അങ്ങനെ കുട്ടികളുടെ വയ്യാത്ത കുട്ടികളുടെ അവിടെയെല്ലാം മാസം തോറും കൊടുക്കുകയും പൈസ കൊടുക്കുകയും ഫുഡിനുള്ള പൈസയും തുണി വാങ്ങിച്ചു കൊടുക്കുകയും പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന, അല്ലെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന പിള്ളേർക്ക് പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ജോലി ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻറ്റിനും ദൈവത്തിൻ്റെ അരൂപിയിൽ അവരെ നിറയ്ക്കണമെന്നും അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നും അവർക്ക് മനസ്സിന് സന്തോഷം കൊടുക്കണമെന്നും വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പേഷ്യൻ്റെയും കാണുന്നത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബ പ്രാർത്ഥന, ജപമാല ഇതെല്ലാം ചെയ്യാറുണ്ട്. ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റുന്നുള്ളൂ. കാരണം അയർലൻഡിൽ എനിക്ക് ജോലിയും അല്ലാത്ത ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ പാടാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ ചെയ്യാറുണ്ട്. എല്ലാം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. നന്ദി യേശു, നന്ദി മാതാവേ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ഒരു ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ഒരു ബന്ധം. ദൈവം ചെയ്തതിനെ ഓർത്ത് എന്നും സ്തുതിക്കുവാനും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് ഉടമ്പടി. ഉടമ്പടിയിൽ നമ്മളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തിലൂടെയാണ് നാം പങ്കുവെക്കുന്നത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു വലിയ അവസരമാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സാനി ജോർജ് എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കണ്ടറിഞ്ഞ നാൾ മുതൽ അമ്മയോടൊപ്പമുള്ള ഒരു ജീവിതമാണ് ഇത്. രണ്ടാമത്തെ സാക്ഷ്യമാണ്. അയർലൻഡിൽ തെറപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഈ മകളുടെ ജീവിതത്തിൽ അസഹനീയമായ നടുവേദന കാരണം വളരെ ബുദ്ധിമുട്ടിയിരുന്നു. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആ സമയങ്ങളിൽ നടുവേദന കാരണം വളരെ പ്രയാസപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെയാണ് ഈ മകൾ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് മനസ്സിലായത് ഈ രോഗത്തെപ്പറ്റി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നത് മനസ്സിലാക്കാൻ സാധിച്ചത്. കോഡ എൻക്വൈന സിൻഡ്രം എന്ന ഈ അസുഖത്തിന് വളരെ ഏറെ സൈഡ് എഫക്ട്സ് ആണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. സ്പൈനൽ സർജനെ കാണുകയും സർജറി ഫിക്സ് ചെയ്തതിന് ശേഷവും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ വളരെ സമയമെടുക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേങ്കിൽ അതൊന്നും കൂടാതെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മകൾ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് മാത്രമാണ്. കാരണം എല്ലാ കാര്യവും ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഒരു ഡോക്ടറെ പോലെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് വളരെ പ്രയാസമാണ്. അവിടെയും ഈശോയും അമ്മയും തന്നെ അറേഞ്ച് കൊടുത്ത ഒരു ഡോക്ടറാണ്. ഡ്യൂട്ടിയിലില്ലാത്ത ഒരു ഡോക്ടർ അവിടെ വരികയും വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എമർജൻസിയിൽ തന്നെ ഈ സഹോദരിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും ചെയ്തത്. അവിടെ ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യവും ഇടപെടലുമായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ 6 മാസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറിനെ കാണാം. ഒത്തിരി കോംപ്ലിക്കേഷൻസൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ഈ പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാൻ സാധിക്കുകയും അവിടെ ആ ജോലി ചെയ്തതിലേയും ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടെയുള്ളപ്പോഴാണ് അവിടെ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി പറയാനേ പറ്റുള്ളൂ. കാരണം എല്ലാത്തിനും എന്തിനു പോയാലും എവിടെ പോയാലും അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാത്ര ചെയ്യുമ്പോഴും ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണിച്ചാൽ യാത്ര പുറപ്പെടുമ്പോഴൊക്കെ എത്ര പ്രയാസപ്പെട്ട പ്രതിസന്ധി ചെല്ലുമ്പോഴും അമ്മയുടെ സംരക്ഷണം കാണും. അമ്മയുടെ ഈശോയുടെ സംരക്ഷണത്തിലൂടെയാണ് ഈ മകൾക്കും ഓട്ടോ തെറിച്ച് പോയി ഹൈവേയിൽ പോയപ്പോഴും നാഷണൽ ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് അയർലൻഡിലൊക്കെ നമുക്ക് നാട്ടിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേയിൽ വെച്ചാണ് ഈ ആക്സിഡൻറ്റ് വരുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ സംരക്ഷണമാണ്. ഈ മകൾ പറഞ്ഞത്, എൻ്റെ ബാഗിനകത്ത് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശ് രൂപവും വെഞ്ചരിച്ച ഉപ്പും തൈലവും ഒക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഈ മക്കൾക്ക് കിട്ടുവാൻ സാധിച്ചത്. പിന്നീട് വാഹനം മോഷണം പോയപ്പോഴും
ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം അയർലൻഡിൽ വെച്ച് പോയി, പിന്നീട് വണ്ടി ട്രേസ് ചെയ്യുന്നത് സ്വീഡനിലാണ്. അവിടെ യാതൊരു രീതിയിലും വാഹനം തിരിച്ചു കിട്ടാനുള്ള ഒരു വഴിയും കാണാൻ സാധിക്കുന്നില്ലാത്ത രീതിയിലാണ് ആ വാഹനം പോയത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഇടപെടലിൽ കൂടെ തന്നെയാണ് ആ വാഹനം തിരിച്ചു കിട്ടുന്നത്. രണ്ടാമത്തെ കീയിൽ അത് ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാന സമയത്ത് ഈ മകള് കയ്യിലുണ്ടായിരുന്ന ആ രണ്ടാം കീ വെച്ച് താക്കോല് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് വാഹനം തിരിച്ചു കിട്ടണേ എന്ന്. അന്ന് തന്നെ ആ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഫോൺ വരുന്നത്. പോലീസ് ഇൻഫോം ചെയ്യുന്നത് സ്വീഡനിൽ വെച്ച് വാഹനം കണ്ടുപിടിച്ചു എന്ന്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെയും അമ്മയുടെയും കൂടെയുള്ള എപ്പോഴും കൂടെയുള്ള ആ കരുതലുള്ള ആ സ്നേഹവും സംരക്ഷണവും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്കും ഈശോയുടെയും അമ്മയുടെയും കൃതജ്ഞതയോടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ജീവിതത്തിൽ പ്രത്യാശ വെച്ച് ഉടമ്പടിയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി പറയാനുള്ള അവസരം ഒരുക്കി തരുന്നത്. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നല്ല ശ്രേഷ്ഠമാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമുക്കും ആ ശ്രേഷ്ഠനാമം പ്രകീർത്തിക്കാനുള്ള കൃപയ്ക്കായി അവസരത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഒരിക്കലും മറക്കാതെ സ്തുതിയോടെ എല്ലായ്പ്പോഴും ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും സാനി ജോർജിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ, ഇതെൻ്റെ ഭർത്താവ് ഫെബിൻ, ഇതെൻ്റെ അമ്മ. ഞാൻ സെൻറ്റ് ജോസഫ്സ് പുന്നപ്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴയിൽ പോയി ട്രീറ്റ്മെൻറ്റിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഒട്ടും അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് IVF മാത്രമാണ് ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും ഒരു 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനകത്ത് ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നീടും അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കൺസൾട്ടേഷൻ ചെയ്യുന്നപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കൂടി ലീവിന് നിൽക്കുകയാണെങ്കിൽ IVF ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു IVFിലൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണ്ട, ദൈവം തന്ന കുഞ്ഞിനെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് UK പോയി. UK ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഓഗസ്റ്റ് മാസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാൻ അവസരം ലഭിച്ചു. അവിടെ ചെന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിച്ചു. അതിനു മുമ്പ് ഞങ്ങളിവിടെ മെയ് 2-ാം തീയതി 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു. ആ സമയത്ത് അച്ഛൻ ഞങ്ങളെ ബ്ലെസ് ചെയ്തപ്പോൾ പറഞ്ഞു, ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഞങ്ങളെ ബ്ലെസ് ചെയ്തപ്പോൾ പറഞ്ഞു 19 മാസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ 19 മാസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്ന് സ്വന്തം രക്തത്തിൽ പറന്ന കുഞ്ഞായി വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് UK പോയി. UK ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഓഗസ്റ്റ് മാസം അച്ഛൻ്റെ ധ്യാനം കൂടാൻ അവസരം ലഭിച്ചു. ഓഗസ്റ്റ് മാസം 2025 1, 2, 3 തീയതികളിലായിരുന്നു ധ്യാനം കൂടാൻ അവസരം ലഭിച്ചത്. ആ ധ്യാനം കൂടി ഞാൻ വീട്ടിൽ വന്ന് രാത്രി ഉറങ്ങിയപ്പോൾ ഞാൻ ഇവിടുത്തെ കൃപാസനം അമ്മയെയും അച്ഛനെയും ഒരു പെൺകുഞ്ഞിനെയും സ്വപ്നത്തിൽ കണ്ടു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 25-ാം തീയതി എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. ഞാൻ ഉടമ്പടി തൈലവും കാശ് രൂപം ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുമായിരുന്നു. ഉടമ്പടി തൈലം എല്ലാ ദിവസവും വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഈശോയും മാതാവും തന്നതാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അച്ഛൻ പറഞ്ഞ ഒരു വാക്കിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേൾക്കുമായിരുന്നു. അതുകൂടാതെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ ഇടയ്ക്ക് കേൾക്കുമായിരുന്നു. എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. ഞങ്ങൾ ഇനിയും ഉടമ്പടിയിൽ തുടരാൻ ഈശോയും മാതാവും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഇനിയും ആഗ്രഹമുണ്ട്. ഇനിയും വന്ന് ഉടമ്പടി പുതുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ഷാർബലിന് ഇപ്പോൾ 3.5 മാസമായി. മാതാവ് പ്രഗ്നൻസി സമയത്തൊന്നും എനിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ മാതാവ് അതെല്ലാം കനിഞ്ഞ് അനുഗ്രഹിച്ചു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അനുഗ്രഹിച്ചു. അതുകൂടാതെ തന്നെ എനിക്ക് നോർമൽ ഡെലിവറി വഴി തന്നെ മാർച്ച് 30-ാം തീയതി മാതാവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു.
ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്നേഹതീരം എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവിടേക്ക് എല്ലാ മാസവും സാമ്പത്തികമായി സഹായിച്ചു. അതുകൂടാതെ ഞങ്ങൾ UK-യിൽ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം മേടിച്ചു കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ മുടങ്ങാതെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകുമായിരുന്നു. എല്ലാ ദിവസവും ജപമാല ചൊല്ലും, ബൈബിൾ 1/2 മണിക്കൂർ വായിക്കുമായിരുന്നു. എല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 9-ാം വചനമാണ്. ദൈവം തൻ്റെ ജനങ്ങളോടൊരു വലിയ വാഗ്ദാനം ചെയ്യുകയാണ്. അനുഗ്രഹവും സംരക്ഷണവും ഉറച്ച ഒരു ഉടമ്പടിയാണ്. ദൈവത്തോടുള്ള വിശ്വാസവും ആത്മീയതയും ഭൗതികയുമായിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളുമാണ് നമ്മ ഓരോ സാക്ഷ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുന്ന, അനുഗ്രഹം നൽകുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിലൂടെ നാം കണ്ടുമുട്ടുന്നത്. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നാം ഇപ്പോൾ കേട്ട സാക്ഷ്യത്തിൽ നമ്മൾ സോണിയ എന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത്. 3 വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അക്കൗണ്ട് കുറവായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ 6 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അതിനൊന്നും ഒരു ഫലമുണ്ടായില്ല. പിന്നീടാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത് IVF മാത്രമേ ഉള്ളൂ ഒരു പോം വഴി. പക്ഷേങ്കിൽ ഈ മകളുടെ അമ്മ ഉടമ്പടിയിലായിരുന്നു. പിന്നീടാണ് മകളോട് പറഞ്ഞത് ഉടമ്പടി എടുക്കുക, അമ്മയൊരു വഴി കാണിച്ചു തരുമെന്ന്. അങ്ങനെയാണ് ഈ മോളും ഹസ്ബൻഡും കൂടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ സാധിക്കുകയും ചെയ്തത്. അന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നാണ്. ആ വാക്കാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മകൾ സോണിയയും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട്, തങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിൽ വേറൊരു പോംവഴിയിൽ IVF മാത്രമാണെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞ ആ വചനം അത് അച്ഛനല്ല പറഞ്ഞത്, പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്. ഈ ആലയത്തിൽ നമുക്കറിയാം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഒരു ആത്മീയതയുടെ ഒരു ആസ്തി അമ്മ കണ്ടിട്ടുണ്ട്. ആ ആസ്തിയിലാണ് ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും ആത്മീയ ജീവിതത്തിലുള്ള ഒരു ആസ്തിയാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒരു ഓഹരി ഒരു അംശമാണ് നമുക്ക് ഓരോ അനുഗ്രഹങ്ങളിൽ കൂടെ അച്ഛൻ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ അച്ഛന് അമ്മ തന്നെയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മക്കൾ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നത്. തന്നെയുമല്ല UK-യിൽ പോയപ്പോഴും അച്ഛന് വീണ്ടും ഇവർക്ക് ബ്ലസ് ചെയ്യാൻ സാധിച്ചു. അന്ന് തന്നെയാണ് അച്ഛൻ ബ്ലസ് ചെയ്ത ആ ദിവസം തന്നെ, അന്ന് രാത്രിയിൽ തന്നെ ഈ മകൾക്കൊരു സ്വപ്നത്തിൽ തന്നെ അമ്മ അതൊരു ദർശനം കൊടുത്തു. പരിശുദ്ധ അമ്മയും കുഞ്ഞുമായിട്ട് നിൽക്കുന്നതും ജോസഫ് അച്ഛന് കൂടെ ഉള്ളതായിട്ടും ആ സ്വപ്നത്തിൽ കൂടെയും അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അമ്മയുടെ ആ സംരക്ഷണവും എല്ലാം കൂടെയുള്ളെങ്കിൽ ഉടമ്പടി മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അസാധ്യമായെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ കുറവുകൾ കണ്ട് ആ കാര്യങ്ങളാണ് അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും ആ അമ്മ തന്നെയാണ് നമ്മുടെ ഓരോ കുറവുകൾ നിറവുകളാക്കി തരുന്നത്. ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം പരിശുദ്ധ അമ്മയാണ്. ഈ മക്കളുടെ കാര്യവും അമ്മ തന്നെയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുബാവയുമായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. മെറിറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ
മെറിറ്റാക്കി തരും. നമ്മുടെ കഴിവിലല്ല, നമുക്കൊരു കഴിവുമില്ല. ഇനി ഒരു IVF എന്ന ഡോക്ടർ പറയുമ്പോഴും അവിടെ വേറൊരു മാർഗമുണ്ട്, അത് ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ വെൻ ദർ ഇസ് നോ മെറിറ്റ് ദർ ഇസ് എ ഗ്രേസ്. ദൈവത്തിൻ്റെ കഴിവുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ, നമ്മുടെ കഴിവില്ലായ്മയിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഈ മക്കളുടെ ജീവിതത്തിലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ ഒരു കൃപാസനം അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛൻ പറഞ്ഞത് 19 മാസം ഡേറ്റ് പ്രാർത്ഥിക്കാനാണ്, അതും ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. നമ്മൾ ഡേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ സമയത്തിന് മേൽ അധികാരമുള്ള ഒരു സ്വാധീനമുള്ള ഒരു അമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുമെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുമെന്ന ആ വചനം ഉറപ്പിക്കുന്ന, വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്വമായിട്ടാണ് നാം ഉടമ്പടിയിൽ മുന്നോട്ട് നീങ്ങാനുള്ള നമുക്ക് ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്നത്. ആ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തതയാണ് വിശ്വാസത്തെക്കാൾ ഉപരി നമുക്ക് ആവശ്യം. ആ വിശ്വസ്തതയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സോണിയ രാജേഷനാണ് ഞാൻ വരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരിൻ്റെ അടുത്തുള്ള തലൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഇടവക ദേവാലയം എന്ന് പറയുന്നത് ഉണ്ണിമിശിക ഇടവക ദേവാലയമാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 28 അപ്പോൾ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടും അതുപോലെ എൻ്റെ വീട് പണി ആയി ബന്ധപ്പെട്ടും അതുപോലെ കടബാധ്യത അതുണ്ടായിരുന്നു, അത് ഒന്ന് മാറി കിട്ടുന്നതൊക്കെ ആയിട്ടാണ്. അതുപോലെ എൻ്റെ ഇടവക ദേവാലയം 14 വർഷമായി മുടങ്ങി കിടന്നിരുന്ന ഇടവക ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആ ഒരു നിയോഗവും, അതുപോലെ എൻ്റെ മോൻ ഈ കൊല്ലം 10ാം ക്ലാസ് പാസ്സായതാണ്. അവന് ഒരു തുടർ വിദ്യാഭ്യാസം ലഭിക്കാത്തക്ക രീതിയിലുള്ളൊരു മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾക്കാണ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 2022 സെപ്റ്റംബർ 28 ഇവിടെ വരുമ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിൽ ഞാനൊരു ജീവനക്കാരാണ്. PTC ആയിട്ടാണ് തുടങ്ങുമെങ്കിലും 2022 ഓഗസ്റ്റിൽ എൻ്റെ സ്ഥലമാറ്റവുമായി സ്ഥലം മാറി പുതിയ പ്രൊമോഷനായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോഴാണ് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ പോസ്റ്റ്മോർട്ടം ജോലിയുണ്ട്, ഇതൊക്കെ ചെയ്യണം. ഇതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഒരു അംഗവൈകല്യം ബാധിച്ചൊരു ആളാണ്. എനിക്ക് ഒരു കാലുമൊരു എന്താ പറയുക, ഉറക്കമൊക്കെ ഇളയ്ക്കുമ്പോൾ ഒരു വേദന വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ നമ്മൾ PTC ആയിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാറി നമ്മൾ പുതുക്കാട് വന്നപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ ആദ്യം കയറി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമുണ്ടായില്ല. അതിനോടനുബന്ധിച്ച് അതുപോലെ പോസ്റ്റ്മോർട്ടവും, ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുളിയൊക്കെ ഉണ്ട് പച്ചവെള്ളത്തിൽ. ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കാറില്ല, ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. പച്ചവെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഈ നീർക്കെട്ട് പിടിക്കും. നീർക്കെട്ടെന്ന് ഞാൻ പറയാതിനെ, ഇത് എന്തുകൊണ്ട് വരണോ എങ്ങനെ വരണമെന്നും എനിക്ക് ആദ്യം ഒന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഈ നീർക്കെട്ട് മൂലം എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി ജോലിയിൽ പോകാൻ. ജോലിക്ക് നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജോലി ഇലക്ട്രീഷ്യൻ പണിയായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ ജോലിക്ക് കിടന്ന് പറയാം. ഇലക്ട്രീഷ്യൻ പണി എൻ്റെ സ്വന്തം പണിയായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം, ആരോടും ചോദിക്കേണ്ട. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് നിശ്ചിത ലീവുണ്ട്. ആ ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീവ് കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ പ്രൊഫഷൻ പീരീഡാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ പറഞ്ഞയക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചില സമയത്തൊക്കെ നമുക്ക് വേദനകൾ വരുമ്പോൾ നമ്മൾ ശമ്പളമില്ലാത്ത അവധികൾ എടുക്കും. 1 മാസത്തേക്ക് ശമ്പളം ഇല്ല, നമ്മൾ അവധി ചോദിക്കണം. അതൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ തുടർന്നുള്ള ചിലപ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരും. പ്രൊമോഷനൊക്കെ ചിലപ്പോൾ ബാധിക്കായിരിക്കും. എങ്കിലും എനിക്ക് തീരെ പറ്റാണ്ടാകുമ്പോൾ ഞാൻ എടുക്കും. അങ്ങനെ 2 തവണയാണ് ഞാൻ ശമ്പളമില്ലാത്ത അവധി എടുക്കുന്നത്. ശമ്പളമില്ലാത്ത അവധി എടുത്തിട്ടും നമുക്ക് കാര്യം, നമ്മുടെ വീട് മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ എനിക്ക് എന്ത് തന്നെ ആയാലും ശരി, ഞാൻ എൻ്റെ കൊച്ചു കപ്പകളിൽ ചെന്നിട്ട് എൻ്റെ മാതാവിനോട് പറയണം, എനിക്ക് ഈ ജോലി എങ്ങനെയും മാറ്റിത്തരണം, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എത്തുമ്പോഴത്തിലാണ്. ഇപ്പോൾ മാതാവാണ്, നീ കൃപാസനത്തേക്ക് പോകും, അവിടെ ചെന്ന് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃപാസനത്തേക്ക് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ആദ്യം ഉടമ്പടി എടുക്കാനായിട്ട് തുടക്കത്തിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട് അച്ഛൻ്റെ. ആ ക്ലാസ്സിൽ നമ്മളിരുന്നപ്പോൾ
അച്ഛൻ അന്ന് പറയുന്നത് എങ്ങനെ വെച്ചാൽ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പുലർച്ചെ 5:30 നമുക്ക് പ്രഭാത പ്രാർത്ഥന ചെല്ലണം. അത് കഴിഞ്ഞിട്ട് അന്ന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് സായന ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലണം. പക്ഷേ ഇതൊക്കെ ചില സമയങ്ങളിൽ ഞാൻ ജോലിക്ക് ആകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ജോലി സ്ഥലത്ത് ഇത് ചെയ്യാൻ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുക്കാണ്ട് എൻ്റെ ഭാര്യയുടെ പേര് റീന എന്നാണ്, റീനോട് എടുപ്പിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. ആദ്യത്തെ ഒരു 90 ദിവസം 3 മാസം ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ എങ്ങനെ വെച്ചാൽ വീട് പണി ഇപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. അപ്പോൾ വീട് പണിയൊക്കെ ആരംഭിക്കാം അതിനുള്ള ചർച്ചയൊക്കെ വന്നെങ്കിലും ഞാനിങ്ങനെ പിന്നോക്കം നിൽക്കണം. കാരണം ഈ ജോലി ചിലപ്പോൾ ഞാൻ കളയും, കാരണം എനിക്കിത് സ്ഥലമാറ്റം കിട്ടിയില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു സായന പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രഭാതന പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഗഗായി 2:7 വചനം തന്നിട്ട് കർത്താവ് പറയണം, നീ വീട് പണി ആരംഭിക്കണം. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ ജനതകളെ കുലുക്കും, എല്ലാ ജനതകളെയും അമൂല്യനിധികൾ എൻ്റെ അരികിൽ വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും. സ്വർണം എൻ്റേതാണ്, വെള്ളി എൻ്റേതാണ് എന്ന് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ആ വചനം കിട്ടിയ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, എന്തായാലും നമുക്ക് വീട് പണിക്ക് കുറ്റി അടിക്കാം. കുറ്റി അടിച്ചിട്ട് നമുക്ക് തറപ്പണിയുടെ കാര്യങ്ങൾ നോക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ തറ കെട്ടിയാലും കിടക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഞാൻ DMO ഓഫീസിലൊക്കെ കയറി എനിക്കിങ്ങനെ സ്ഥലം മാറ്റം കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ പഴയ പണി PTCയിലേക്ക് ഇങ്ങനെ തിരിച്ചു വിടാൻ പറ്റുമോ, അതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് നമ്മൾ പറഞ്ഞ് യൂണിയൻ മെമ്പേഴ്സാണ് നമ്മൾ അവരോടൊക്കെ പറഞ്ഞ് അങ്ങനെ പോരും. പക്ഷേ പിന്നീട് ഇതിനൊരു മൂവ്മെൻ്റ് ഇല്ല. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളിവിടെ വന്ന് പുതുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ വന്നു. ഇവിടെ ഒരു 7 മണിക്കൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നാളെ അതിനെത്താൻ വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ ബൈക്കിന്മേയാണ് എൻ്റെ ഭാര്യനെ കൂട്ടി വന്നത്. ഇവിടെ വന്നു കുർബാനയുടെ ഇടയിൽ അച്ഛൻ പറയണം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടൈം ഷോർട്ടണിങ് ആണ്. നമ്മൾ ഉടമ്പടി എടുത്ത് ശരിയായി പ്രവർത്തിക്കുന്നവർക്ക് വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ തന്നെ അവർക്കുള്ള മറുപടി ദൈവം നൽകിയിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും സാക്ഷ്യം പറയേണ്ടി വരില്ല, 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നടന്നു കിട്ടിയില്ല. എങ്കിലും നമ്മൾ നിരാശനായില്ല, നമ്മൾ പുതുക്കി. ഈ പ്രാവശ്യം പുതുക്കിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ തന്നെ ഇങ്ങനെ പുതുക്കിയത്. കാരണം അതിനൊരു വിശദീകരണം കിട്ടി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ വീട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ആത്മീയമായി പങ്കെടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇല്ലാത്ത ദിവസങ്ങൾ ഭാര്യ ചെല്ലും, ബാക്കിയുള്ള ആ ദിവസങ്ങൾ നൈറ്റ് ഷിഫ്റ്റുള്ള ദിവസങ്ങൾ ഞാൻ ആത്മീയമായി ഞാൻ പങ്കെടുത്തു. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്താൽ ഈ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അതുപോലെ അച്ഛൻ്റെ ക്ലാസ്സും ഒക്കെ അവിടെ നിന്ന് കേൾക്കുക. ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ടൈം 10 തൊട്ട് 2 വരെയാണ്, ഒരു 4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സമയത്തൊന്നും ഉറങ്ങില്ല. 10-12 മണിയായിട്ട് ഉറങ്ങുന്ന ആളാണ് ഞാൻ. അപ്പോൾ 2 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങില്ല, ഉറങ്ങാണ്ട് ഇതിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. എനിക്ക് വീട്ടിൽ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല, ജോലിക്ക് പോകണവരോട് പറ്റില്ല. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ 90 ദിവസവും കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തറ കെട്ടി അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോൺ എടുക്കാനുള്ള അപേക്ഷകൾ പൂർത്തിയാക്കി അത് അപേക്ഷിച്ചു. ലോൺ കിട്ടിയാൽ അവിടെ കിടന്നോട്ടെ, നമുക്ക് വാങ്ങാണ്ടിരുന്ന കുഴപ്പമില്ലല്ലോ, പാസ്സായി അവിടെ കിടന്നോട്ടെ എന്ന രീതിയിൽ നമ്മൾ നമ്മൾ അപേക്ഷയൊക്കെ വെച്ചു. വീണ്ടും വന്നു, നമ്മൾ പുതുക്കി. ഈ പ്രാവശ്യം ഞാൻ തന്നെ പുതുക്കി. വീണ്ടും ഞാൻ തിരിച്ചു പോയി സെപ്റ്റംബർ, അതായത് 2023 ജൂൺ 7-ാം തീയതി വിളിച്ചിട്ട് ബാങ്കിലത്തെ ആൾ വിളിച്ച് പറയണം, ലോൺ പാസ്സായിട്ടുണ്ട്, ഇനി ലോണായി 7 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ലോൺ എടുത്തത്. 7 ലക്ഷം രൂപ നമ്മുടെ വീട് പണി പൂർത്തിയാവില്ല. അപ്പോൾ ഒരു കുറി ചേർന്നിട്ടുണ്ടായിരുന്നു, ഒരു 5 ലക്ഷത്തിൻ്റെ കുറിയും കൂടി നമ്മൾ ചേർന്നപ്പോൾ അത് വിളിച്ചാൽ ഒരു 3.5 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ 7-3 ഒരു 10-10 ലക്ഷം രൂപ കുറച്ച് കാശ് നമ്മുടെ നിന്നും കൂടി വീട് പണി പൂർത്തിയാക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ലോൺ പാസ്സായെങ്കിലും വാങ്ങാൻ ഞാൻ ഇപ്പോൾ തയ്യാറായില്ല, നോക്കട്ടെ ഇതെന്താവും നോക്കട്ടെ എന്ന് പറഞ്ഞ് നിന്ന് ജൂൺ 7-ാം തീയതി പാസ്സായതിൻ്റെ പിറ്റേ ദിവസം ജൂൺ 8-ാം തീയതി എനിക്ക് സ്ഥലമാറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങി. അപ്പോൾ ഉത്തരവ് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല, സ്ഥലം മാറ്റം. അപ്പോൾ ഈ സ്ഥലം മാറ്റത്തിന് മുമ്പ് നമ്മളെ മെൻ്റലി ഹരാസിങ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരു സ്ഥലം മാറ്റം നമുക്ക് വെറുതെ അങ്ങോട്ട് തരില്ല, അവർ അധ്വാനിച്ച് നേടിയതായുള്ള രീതിയിൽ നമുക്ക് തരുള്ളൂ. അപ്പോൾ നമ്മളെ DMOക്ക് വിളിപ്പിച്ചു.
ഡെപ്യൂട്ടി ഡി എമ്മും വേറെ 2 പേരും കൂടി എന്നോട് ചോദിക്കാണ്, നീ കൃത്യമായിട്ട് ജോലിക്ക് ഹാജരാവണില്ല, അതുപോലെ കൃത്യമായിട്ട് ജോലി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് തന്നെ ജോലിക്ക് കയറുന്നുണ്ട്, നിങ്ങൾ വന്ന് പരിശോധിച്ചോ, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ, പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാലോ, എനിക്ക് വേണ്ടിയും പറയാൻ അവിടെ ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ മാതാവ് എനിക്ക് വേണ്ടി പറയാൻ ഒരാളെ ഒരുക്കിയിരുന്നു. അവിടുന്ന് മാറിപ്പോയ ഒരു ഹെഡ്, നഴ്സിംഗ് സൂപ്രണ്ടായി പ്രൊമോഷൻ കിട്ടിപ്പോയ ഒരു ഹെഡ് എനിക്ക് വേണ്ടി അവിടുന്ന് ഫോണിൽ, തിരുവനന്തപുരത്താണ് ആൾ മാറിപ്പോയത്, അവിടുന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞത് പറയണേ, അവൻ ചെയ്യണ പോലെ ഒരാളവിടെ ജോലി ചെയ്യണമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടിൻ്റെ ആളായി. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന നഴ്സിംഗ് സൂപ്രണ്ട് മാറിയ ഒഴിവിലേക്ക് പുതിയൊരു സൂപ്രണ്ട് ചാർജ് എടുത്തു. ആ നാട്ടുകാരിയാണ്, പുതുക്കാട് നാട്ടുകാരിയാണ്, ബീന സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ആ ബീന മേഡാണ് പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തു. ഞാൻ ചെയ്യുന്ന പ്രയാസങ്ങൾ കണ്ടിട്ടും ജോലി ചെയ്യാൻ കാണുന്ന ബുദ്ധിമുട്ടും കണ്ടിട്ടും അവർ തന്നെ എനിക്ക് വിളിച്ച് പറയണുണ്ട്, എമ്മലക്ക് അവൻ്റെ ആ ഒരു കാലുവേദന അത് ജനുവിൻ തന്നെയൊക്കെയാണ്, അത് ശരിക്കുള്ള കാര്യം തന്നെയൊക്കെയാണ്. അതുകൊണ്ട് അവർ സ്ഥലമാറ്റം ലഭിക്കണമെന്ന് അവർ തന്നെ നമുക്ക് വിളിച്ച് പറയണം. അപ്പോൾ ആ ഒരു സപ്പോർട്ടും നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം കിട്ടുകയാണ്. അതുപോലെ നമ്മൾ വാക്കാൽ ഇവരോട് പറഞ്ഞുള്ളൂ, രേഖാമൂലം നമ്മൾ വെറുതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത അപേക്ഷയാണ്. ഇനി അത് ഒഫീഷ്യലായിട്ട് ഞാൻ ശരിക്ക് വെക്കണം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എനിക്ക് കാലുവേദന വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു ന്യൂറോ സർജനെ കണ്ട് അഡ്മിറ്റായി. ആൾ ചില ടെസ്റ്റുകൾ നടത്തി, MRI സ്കാൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഡിസ്ക് ബൾജ് മൂലമാണ് നിനക്ക് ഇത് വരണം, ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ട് വരണം, ഇത് ഒരിക്കലും മരുന്നുകൊണ്ട് മാറില്ല, ഓപ്പറേഷൻ മാത്രമേ നടക്കൂ, ഓപ്പറേഷന് ശരിയായിട്ട് റെഡിയായിട്ട് നീ വരണം എന്നോട് പറഞ്ഞ് തിരിച്ചയച്ചു. പക്ഷേ ഞാൻ ഓപ്പറേഷന് ഞാൻ പോയില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, ഈ രേഖകളൊക്കെ വെച്ച് ഞാൻ വീണ്ടും DMLക്ക് അപേക്ഷ വെച്ചു. അപേക്ഷ വെച്ചപ്പോൾ ഇത് ഒഫീഷ്യലായി. എന്തുകൊണ്ടാണ് ഞാൻ ഇത് സ്ഥലം മാറ്റം വാങ്ങണേ എന്നുള്ള രേഖാമൂലം അപേക്ഷ വെച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് അപേക്ഷ അവർ സ്വീകരിച്ച് അതായത് 2023 ജൂൺ 7-ാം തീയതി അല്ല ജൂൺ 8-ാം തീയതി എനിക്ക് ഉള്ള സ്ഥലം മാറ്റ ഉത്തരവ് തരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം അതായത് ജൂൺ 9-ാം തീയതിയാണ് ഞങ്ങൾ വീടിൻ്റെ കട്ടളവെപ്പ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം ഉത്തരവ് ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ലീവ് സാങ്ഷൻ ചെയ്ത് ഞാൻ 9-ാം തീയതി വരില്ല എന്ന് പറഞ്ഞിട്ട് പോയിരുന്നത്. അങ്ങനെ 9-ാം തീയതി കട്ടളവെപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബീന മേഡനെ വിളിച്ച് പറഞ്ഞു, നീ ഇന്ന് തന്നെ വരണം, നിൻ്റെ റിലീവ് ഓർഡർ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, നീ ഇന്ന് തന്നെ കൈപ്പറ്റി ഇന്ന് തന്നെ പോയി പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യണം. അങ്ങനെ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് എൻ്റെ റിലീവ് ഓർഡർ വാങ്ങി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 7 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പുതുക്കാട്ടേക്ക്. 3 കിലോമീറ്റർ അടുത്ത് മാത്രമുള്ള വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ അറ്റൻഡർ ഗ്രേഡ് 2 ആയിട്ട് വീണ്ടും ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ എൻ്റെ നിയോഗം സാധിച്ചത് എങ്ങനെയാണ്, ഞാൻ ഈ പറയണ പോലെയുള്ളൊരു എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു ഇത്. ഈ 240 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ജോലി വലിച്ചെറിയാം, ആ രീതിയിലായിരുന്നു. കാരണം ദൈവം തന്ന ജോലിയാണ്. ഞാൻ ഇലക്ട്രീഷ്യൻ ജോലിയാണ് ചെയ്തിരുന്നത്. അതിൽ ഞാനൊന്നും അതിലൊരു പച്ച പിടിക്കില്ല എന്ന് തമ്പുരാൻ തോന്നി എന്നെ ദൈവം പറിച്ചെടുത്തിട്ടാണ് ഈ ജോലിക്ക് എന്നെ മാറ്റിയത്. കാരണം ആ ജോലിയിൽ ഞാൻ ആപ്റ്റല്ല എന്ന് തമ്പുരാനെ തോന്നിയ കാരണം കൊണ്ട് ആ ജോലിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടാണ് ഈ പുതിയൊരു ജോലിയിലേക്ക് എന്നെ മാറ്റിയത്. ആ ജോലി ഞാൻ കളയുകയാണ് എന്ന് തമ്പുരാനോട് പറയും കൂടി ചെയ്തു. എനിക്ക് മനസ്സിലായി ദൈവം തന്ന വഴികൾ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എന്നോട് ശാരീരികപരമായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അത് ദൈവത്തിന് എന്നേക്കാളധികം ദൈവത്തിന് അറിയാം. ഈ ആശുപത്രി തൊട്ടപ്പുറത്ത് സ്കൂളാണ്, സെൻറ്റ് ആനീസ് സ്കൂൾ എന്ന് പറയും പുതുക്കാട്. അതിൻ്റെ മുമ്പിലൊരു തിരുഹൃദയ രൂപമുണ്ട്, കൈ ഇങ്ങനെ വിരിച്ച് നിൽക്കുന്ന ഒരു രൂപം. എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ടില്ലെങ്കിൽ തീർച്ചയായും ഞാൻ അത് കളയും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എന്നുകൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ്. എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ മിനിറ്റ് ഞാൻ എണ്ണിയിരുന്നു എൻ്റെ സ്ഥലം മാറ്റം എപ്പോൾ കിട്ടുന്നു. ഓരോ പ്രാവശ്യം ഞാൻ തമ്പുരാനോട് പറയുന്നു, ഓരോ മിനിറ്റ് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ ഇടപെടലായിട്ട്. അങ്ങനെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാതാവിനെ ഞാൻ കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ നീ ഇടപെടാണ്ട് പറ്റില്ല. കാരണം ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കണ്ടോ അതൊക്കെ മാതാവിൻ്റെ വിമല ഹൃദയം വഴിയായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണേ. അതുകൊണ്ട് നീ ഇടപെട്ടേ പറ്റൂ, എനിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല, എനിക്ക് വേണ്ടി ഇടപെടാൻ വേറെ ആരുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കണം. ആ തീരുമാനത്തിന് ഒപ്പം നിൽക്കാനായിട്ട് നമ്മുടെ കൂടെ ദൈവം മാത്രമേ ഉള്ളൂ. വേറൊരാളും ജീവിത പങ്കാളിയോ അപ്പനോ അമ്മയോ ആരും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ചിലപ്പോൾ തമ്പുരാനോട് സംസാരിക്കും. എൻ്റെ വിഷമങ്ങൾ എനിക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അതാണ്. ചില നേരത്ത് ദൈവമായിട്ട് കണ്ടു പറയും,
കാരണം നിനക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല, നീ വിചാരിച്ച നിമിഷമെല്ലാം നടക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ സ്ഥലം മാറ്റം ഓരോ മിനിറ്റും നമ്മൾ ഈ പറയണ പോലെയല്ല അതനുഭവിക്കുമ്പോൾ ഭയങ്കര ടോർച്ചറിങ്ങാണ് ശരിക്കും ഓരോ നിമിഷം. അതിൻ്റെ ഇടയിൽ ചിലവർ പറയും നിനക്കൊന്നും സ്ഥലം മാറ്റം കിട്ടാൻ പോലില്ല, നീക്ക് ഇവിടെ നിൽക്കുള്ളൂ. ഞാൻ അവരോട് പറയും നിങ്ങൾ കണ്ടോ ഞാൻ സ്ഥലം മാറി പോകുന്നത്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇടപെടണം, നിങ്ങൾ കണ്ടോ എന്ന് പറയും ഞാൻ ചില നേരത്ത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-33 വചനങ്ങൾ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ദൈവം കുറ്റം ആരോപിക്കാത്തവരുമേൽ ആരും കുറ്റം ആരോപിക്കും. ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും കണ്ടറിയാണ്. DM ഓഫീസിൽ എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഈ പ്രൊഫഷൻ പീരീഡിൽ ഞാനിങ്ങനെ കാണിക്കുന്ന ഈ കാട്ടായം കണ്ടവർക്ക് നിഷ്പ്രയാസം എന്നെ എടുത്ത് പുറത്തേക്കിടാം, ആരും ചോദിക്കാനില്ല. കാരണം പ്രൊഫഷൻ പീരീഡ് ഞാൻ ആപ്റ്റല്ല എന്ന് തോന്നിയ അവർക്ക് കളയാം. പക്ഷേ അവിടെ ദൈവം നമ്മുടെ കൂടെ നിൽക്കണം. കാരണം എന്താ, ദൈവം കൂടെ നിൽക്കണില്ല, ഒരാൾ നമുക്ക് എതിരെ നിൽക്കില്ല, ഒരാളും കുറ്റം ആരോപിക്കില്ല. അവിടെ വേറെ ആൾക്കാരെ ദൈവം കൊണ്ടു നിർത്തും. അതാണ് ആ സിസ്റ്റർ വന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം മാറ്റം കഴിഞ്ഞ് എൻ്റെ അടുത്തത് വീട് പണിയാണ്. ഈ വീട് പണിയും സ്ഥലം മാറ്റമൊക്കെ ഇതിലൂടെ കണക്റ്റഡാണ്. അത് ഇത്രയും വർഷം 2023 ജൂൺ 9-ാം തീയതി ഞാൻ സ്ഥലം മാറ്റം മാറിപ്പോയി. ഞാൻ ഇത്രയും വർഷം എടുത്തു, 4 വർഷത്തിനടുത്ത് അവനെ പോണേ ഇത് പറയാനായിട്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ വീടിൻ്റെ പണിയും കൂടിയും അതിൽ ഇൻക്ലൂഡിങ്ങാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി കട്ടള വയ്ക്കുന്ന അന്നാണ് ഈ സ്ഥലം മാറി പോണേ. അതിന് മുമ്പാണ് ഞാൻ ലോൺ പാസ്സായിട്ട് ഞാൻ കൈപ്പറ്റാണ്ടിരിക്കുന്നത്. ഈ വീട് പണി സ്ഥലം മാറ്റത്തിന് നമുക്ക് ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സ്ഥലം മാറി നമുക്ക് വീട് പണി ആരംഭിക്കാം. വീട് പണി കയ്യിലുള്ള കാശും കുറച്ച് ഗാർഹിക ലോണാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് ഒരു ഫസ്റ്റ് തരുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ കയ്യിൽ നിന്നെടുത്ത് ചെയ്യണം. അങ്ങനെ ചെയ്ത് പോയി. ഇടയിൽ വെച്ച് മുടങ്ങിയപ്പോൾ വീണ്ടും വീട് പണി മുടങ്ങിയപ്പോൾ തമ്പുരാൻ തന്നെ പല വഴിക്കൂടെ സ്വർണം പണയം വെച്ചും അല്ലാതെയും. ആ സമയത്ത് പറഞ്ഞില്ലേ ഈ ഗഗായി 2:7 പറഞ്ഞ പോലെ ജനതകളെ ഞാൻ കുലുക്കും, എല്ലാ ജനതയിലും അമൂല്യനിധി കൊണ്ടുവരും. സ്വർണ്ണത്തിന് തീ പിടിച്ച പോലെയായി. നമ്മൾ പണയം വയ്ക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് കിട്ടാൻ തുടങ്ങി. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ വഴികളാണ്. ആ വഴികളിൽ കൂടെ നമ്മൾ വീണ്ടും വീട് പണി ആരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും മുടങ്ങിയെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കാരണം ദൈവം അതിൻ്റെ വഴികൾ ഒരുക്കും. ആ ഒരു കുറി ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ കുറി വിളിക്കാനായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് പോയി. അപ്പോൾ കുറി വിളിച്ചാലും അതും ഒരു നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടുള്ളൂ. കുറേ ആൾക്കാർ വിളിക്കാണ്ട്, അതിൽ വിളിക്കുന്ന ആൾക്കാരെ നറുക്കിട്ടിട്ട് ആർക്ക് കിട്ടിയോ ആർക്ക് കിട്ടുള്ളൂ. 3.5 ലക്ഷം രൂപയാണ് 5 ലക്ഷത്തിൻ്റെ. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു 5 ലക്ഷത്തിൻ്റെ കുറിയാണ്, നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം നമുക്ക് നഷ്ടമുണ്ട്. പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ, നറുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ്. ഞാൻ വീണ്ടും ദൈവത്തോട് വായിച്ചു എനിക്ക് നറുക്ക് കിട്ടിയ കാര്യം. കാരണം ഈ കുറി ചേരാൻ എന്നോട് പറയുന്നതും തമ്പുരാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് നീ പറഞ്ഞ പോലെയാണ് ഞാൻ അതൊക്കെ ചെയ്തതാണ്. എനിക്ക് എന്തായാലും കാശ് കിട്ടിയേ പറ്റൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഡിസംബർ മാസം 24-ാം തീയതി ഈ വിളിച്ചു പറയുന്നത് 2024 ഡിസംബർ മാസം ആ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ വിളിച്ച് പറയണം നിനക്ക് നറുക്ക് കിട്ടിയിട്ടുണ്ട്, 4.25 ലക്ഷം രൂപയാണ് നിനക്ക് കിട്ടാൻ പോണത്, 3.5 ലക്ഷമല്ല. അപ്പോൾ എൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ ദൈവം വീണ്ടും അവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു യോഗ്യതയോ കാര്യങ്ങളില്ല. നമുക്ക് യോഗ്യതയൊന്നുമില്ല, പക്ഷേ യോഗ്യതയുള്ളവരത്തന്നെ നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ കർത്താവ് യേശു മിശിഹാ അവൻ്റെ യോഗ്യത വെച്ച് ഞാൻ ചോദിക്കണേ. എനിക്ക് ചോദിക്കാൻ അത് മാത്രമേ ഉള്ളൂ. പിതാവായ ദൈവത്തോടും ഞാൻ എനിക്ക് വേണ്ടി പാടുപെട്ട് മരിച്ച കർത്താവിൻ്റെ യോഗ്യത വെച്ചിട്ടാ ഞാൻ ചോദിക്കണേ. എനിക്കതുള്ളൂ. ആ യോഗ്യത വെച്ച് ചോദിച്ചാൽ പിതാവ് തള്ളില്ല, ഉറപ്പാണ്. നിങ്ങളൊക്കെ അതൊക്കെ ചോദിക്കണം. നമുക്ക് പല പ്രാവശ്യം നമുക്ക് തെറ്റ് വരുന്നത് നമുക്ക് ആരുടെ യോഗ്യത വെച്ച് പ്രാർത്ഥിക്കണം എന്നറിയില്ല. ഇതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരണം. ഓരോരോ ടൈമിൽ നീ ഇങ്ങനെ തന്നെ വേണം പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. കാരണം എന്താ, മനുഷ്യനായി പിറന്ന ആർക്കും ഈ യോഗ്യതകളില്ല. യോഗ്യത ഒരുത്തനുള്ള മനുഷ്യനിൽ പിറന്നത് അത് കർത്താവിന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ യോഗ്യത വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ഓരോരോ കാര്യങ്ങളും നേടുന്നത് അങ്ങനെയാണ്. കാരണം ഇത് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ആരും പറഞ്ഞു തരുന്നതല്ല. ഓരോ ടൈമിൽ ഞാൻ കൊമ്പെത്തിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും എൻ്റെ കൊമ്പെത്തിക്കുന്ന ടൈമിൽ ഞാൻ മാതാവിനോടും കർത്താവിനോടും ഞാൻ ചർച്ചയ്ക്ക് വയ്ക്കും. ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ആവശ്യങ്ങളുണ്ട്, എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്ന് ഞാൻ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പറഞ്ഞു തന്ന് അതേ പ്രകാരമാണ് നമ്മൾ പോകുന്നത്. അതുപോലെ വീടിൻ്റെ പണി അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇടവക പള്ളി 14 വർഷം മുടങ്ങി കിടക്കുന്ന ഇടവക പള്ളി, കേസും കൂട്ടൊക്കെ ആയിട്ട് കിടക്കുന്ന പള്ളി, അതും ഞാൻ ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. അതിൻ്റെ പണിയും ആ വർഷം 2024 ജൂലൈ മാസം പുനരാരംഭിച്ച് അത് ഈ 2025
സെപ്റ്റംബർ 27 അതിൻ്റെ കൂദാശകർമ്മം നടത്തി. അതിൽ ആദ്യത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നു തമ്പുരാൻ. മുടങ്ങി കിടക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ ഒരു പണിയുടെ കാര്യം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കാരണം കുറേ കേസും കൂട്ടൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിലും തമ്പുരാൻ അനുഗ്രഹിക്കണം. ആ വർഷം തന്നെ 2025 കഴിഞ്ഞ വർഷം ഡിസംബർ 31 എൻ്റെ വീടിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കി. ഒരു പണിങ്ങി ബാക്കിയില്ല, എല്ലാ പണിയും പൂർത്തിയാക്കി. അതിൽ പെരവഞ്ചിരിപ്പ് നടത്തി ഞങ്ങൾ താമസിക്കണം. ഇത്രയും വർഷം, അതായത് ഏകദേശം ഒരു 4 വർഷത്തിൻ്റെ ഇടയിൽ ഈ ഒരു 6 മാസം ഒഴിച്ചു നിർത്തിയ ബാക്കി ഒരു 3-3.5 വർഷത്തിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങൾ, നടത്തിയ വഴികൾ, ആ വഴിക്കാണ് കർത്താവിന് നന്ദി പറയണേ. ഓരോ കാര്യങ്ങളും നമ്മൾ പറയും, സങ്കീർത്തനം 40:17 പറയുന്ന പോലെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പ്രതി ഒരു കരുതലുണ്ട്. എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവിന് എന്നെ പ്രതി കരുതലുണ്ട്. ആ കരുതലാണ് ഞാൻ തൊട്ടറിഞ്ഞത്. ആ കരുതൽ നിങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും നന്മയ്ക്കായി ദൈവം പരിണമിക്കും. അംഗവൈകല്യം ബാധിച്ച് ഞാൻ പഴയ ചെറുപ്പകാലത്ത് കുറേ വിഷമിച്ചിരുന്നു. ആ അംഗവൈകല്യം മൂലം വെച്ചാൽ ഞാൻ സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ വെച്ചിരുന്നത്. ദൈവം പണ്ടേ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കാലം കൂട്ടി തന്നെ ദൈവം നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ശരിയാക്കി. ആ സമയം, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കാത്തിരിപ്പ് അതൊരു വലിയൊരു ഘടകമാണ്. നിരാശയും കാര്യങ്ങളും പിശാച് നമ്മളെ വഴി തെറ്റിക്കാൻ കുറേയൊക്കെ ശ്രമിക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവിനോട് ചേർന്ന് നിന്ന് തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവ് മാത്രമേ നമുക്ക് വഴികാട്ടിയും നമ്മുടെ കൂടപ്പിറപ്പും രക്ഷകനുമായിട്ടുള്ളൂ. വേറെ ആരുമില്ല. കർത്താവിനോട് ചേർന്ന് തന്നെ നിൽക്കണം. മാതാവ് വഴിയായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ കാരണവശാലും ആ അപേക്ഷകളൊന്നും നടക്കാതെ വരില്ല. എങ്ങനെ പോയാലും മാതാവ് നടത്തി തരും. കാരണം അതിലെ കല്യാണ വിരുന്നിൽ മാതാവിൻ്റെ മധ്യസ്ഥം മൂലമാണ് ആദ്യത്തെ അത്ഭുതം നടക്കണേ. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന നമ്മൾ തൊട്ടറിഞ്ഞ വഴികൾ. ഞാൻ ഈ പറയണ പോലെ അല്ല. അതുപോലെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് പത്രം, അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ അപേക്ഷകളൊക്കെ ഞാൻ സമർപ്പിക്കുമ്പോൾ ഇവിടുന്ന് തന്ന ആ തൈലം വെച്ചിട്ട് നമ്മൾ അതിൽ കുരിശ് വരച്ച് അപേക്ഷ വയ്ക്കും. കാശ് രൂപം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ പത്രങ്ങൾ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ വീട്ടിലത്തെ ഈ കൊച്ചുമക്കളും ഒഴിച്ച് ബാക്കി എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്. അമ്മയും ഭാര്യയും ഞങ്ങളെല്ലാവരും കൂടിയാണ് വിതരണം ചെയ്യുക. കഴിവതും നമ്മൾ കർത്താവിനെ അറിയാത്ത മക്കളിലേക്ക് തന്നെ അത് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ചില ആശുപത്രികളൊക്കെ നമ്മൾ പണ്ട് കൊടുത്തിരുന്നത്, ചില ആശുപത്രികളൊക്കെ, ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യാനോട് പറയുന്നതാണ്, ഇതൊക്കെ വായിച്ചിട്ട് പിന്നെ അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ ഈ പത്രം കീറി അവർ ആവശ്യമില്ലാതെ വല്ല ഛർദിൽ തുടയ്ക്കാൻ അതിനൊക്കെ എടുക്കുക. അത് കണ്ടെനിക്ക് വിഷമമായിട്ട് ഞാൻ തന്നെ ആ പത്രങ്ങൾ കുറേ വാരി അവിടുന്ന് വായിച്ചു കഴിഞ്ഞ പത്രങ്ങൾ ചിലപ്പോൾ ഓരോ ഏടുകളൊക്കെ ആയിരിക്കുക, അതൊക്കെ ഞാൻ വാരി എടുത്ത് എൻ്റെ കയ്യിൽ വയ്ക്കും. കാരണം അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പത്രമല്ല, അത് ഈശോനെ കുറിച്ച് 4 പേര് അറിയാനുള്ള പത്രമാണ്. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ കണ്ട് അത് കൊടുത്തിരുന്നത്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് തുടക്കം തൊട്ടതുണ്ട്, ഞാൻ ഇവിടെ വരേണ്ട മുമ്പുണ്ട്. പക്ഷേ കുറേയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. കാരണം അതൊന്നും എൻ്റെ അല്ല, കർത്താവ് ഞാനൊരു ഉപകരണത്തോടുകൂടി ചെയ്യുന്നതാണ്. ഞാൻ അതിലൊരു ഉപകരണം മാത്രമാണ്. കാരണം എൻ്റേതെന്ന് പറയാൻ എനിക്കില്ല. തമ്പുരാൻ തന്ന ധനത്തിൻ്റെ ഒരു വിഹിതം ആർക്കെങ്കിലുമൊക്കെ ദൈവം പറയണ പോലെ ഞാൻ കൊടുത്തിരുന്നു. എല്ലാം ഓടി നടന്ന് ചെയ്യല. ചില തൃശ്ശൂർ ജില്ലയിലെ പുല്ലഴികൾ മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുക, അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുക, കഴിയുന്ന ഉപകാരം ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളുടെ കാരുണ്യ പ്രവൃത്തികൾ. അതുപോലെ അനാഥരെ കണ്ടുമുട്ടുക. ഈ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ ഞാൻ മാസം തോറും ചില അവിടെ ആൾക്കാരിൽ ഈശോയെ എന്ന് വിളിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി ഇന്ന് പ്രാർത്ഥിക്കണ ഒരു ശീലമുണ്ട് എനിക്ക് വളരെ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ വഴിവെക്കൽ ഇരുന്നിട്ട് ഭിക്ഷ എടുക്കുന്ന സഹോദരന്മാരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്കൊക്കെ ഒരു പൊതിച്ചോറ്. അവിടെ മാനന്തണ്ഡൻ എന്ന് പറയുന്നത് ഞാൻ എന്ത് കഴിക്കണോ അതാണ് അവർക്ക് കൊടുക്കണം. ഞാൻ ബിരിയാണി കഴിക്കാൻ ബിരിയാണി അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. കാരണം എൻ്റെ അളവ് കോലും ഞാനാണ്, അത് തന്നെ അവരും. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ കരുതി അവർക്ക് കൊടുത്തിരുന്നത്. ഇങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ഒത്തിരി ഒന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നൊരു നിലപാടാണ്. ചില പ്രവൃത്തികൾ ഞാൻ ചെയ്യാൻ മറ്റുള്ളവർ അറിയാണ്ടിരിക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ കയ്യിൽ കൊടുത്ത് ഇന്ന ആൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കും. വിൻസെൻ്റ് പോൾ സംഘടന വഴിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്യുക, ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ ഒരു ഇതാണ്. കാരണം നമ്മളുടെ അല്ല, നമ്മൾ വെറും ഒരു ഉപകരണം മാത്രമെന്ന് ചിന്തിക്കുന്നതാണ്. ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ
നല്ലൊരു ഉപകരണമല്ല. ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുക ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ എടുക്കാൻ പോകണ ഒരു ഉപകരണം. അതാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം. കർത്താവിന് നന്ദി പറയണം ഞാൻ. ഒപ്പം എനിക്ക് വേണ്ടി ഇടപെട്ട മാതാവിന് നന്ദി പറയണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. രാജേഷ് എന്ന ഈ സഹോദരൻ വളരെ കാത്തിരിപ്പിൻ്റെ ഒരു സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ് രാജേഷ്, റീന മക്കളോടൊപ്പം വന്ന് തറയിൽ വന്ന് വളരെ സന്തോഷത്തോടുകൂടി, വളരെ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ആത്മാഭിമാനത്തോടു കൂടി അവർ പറയുന്നത്. ജീവിതഭാരം കുറച്ച് നൽകുന്ന, നമ്മുടെ എല്ലാ സഹനങ്ങളെയും ഈശോ ഏറ്റെടുക്കുന്ന, അതിനുവേണ്ടി ജാമ്യം നിൽക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ മകൻ വളരെയധികം, വളരെ ആത്മാഭിമാനത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ സന്തോഷത്തോടെ ഇവിടെ ഏറ്റുപറയുകയാണ്. ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരനാണ് രാജേഷ്. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ സ്ഥലം മാറ്റത്തിന് വേണ്ടി ഒരു അപേക്ഷ പരിശുദ്ധ അമ്മയോട് വയ്ക്കുകയാണ്. എനിക്കിവിടെ നിന്നൊരു, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് എനിക്കൊരു മാറ്റം നൽകണം. ആ ഒരു വിശ്വസ്തതയെ, എന്തുമാത്രം ഈ വിശ്വാസത്തിന് വിശ്വസ്തതയുണ്ടോ എന്ന് മാറ്റുരച്ചു നോക്കിയ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത്. എത്ര തന്നെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈശോയുടെ സ്നേഹമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് എപ്പോഴും കാണിച്ചു കൊടുക്കേണ്ടി വരും. ഏതൊരു കേസിനായാലും ഒരു എവിഡൻസ് വേണം. അദ്ദേഹം പറയുന്നു, എനിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരാളെ പരിശുദ്ധ അമ്മ അവിടേക്ക് എത്തിക്കുകയായിരുന്നു. ഈശോ തന്നെ എനിക്ക് വേണ്ടി നിലകൊണ്ട് എൻ്റെ ജോലി യഥാസ്ഥാനപ്പെടുത്തി. ഇന്ന് ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃപാസനത്തിൻ്റെ സംസ്കാരം ഒരു മടിയൻ ഉടമ്പടിയിൽ താഴ്മയെ തൃക്കൺ പാർക്കുകയാണ്, ഒരു സ്റ്റാറ്റസ് ലോ ചെയ്യുകയാണ്. ഇതാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. എനിക്ക് സാധ്യമല്ല, ഞാനൊന്നുമല്ല, എനിക്ക് വേണ്ടി അങ്ങ് തന്നെ നിലകൊള്ളണം. ഒരുപാട് ഡെഫിനിഷൻസാണ് അദ്ദേഹം ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത്. ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രായോഗികമാണ്. ഈ കടമ്പകൾ കടക്കാൻ, എൻ്റെ വാഗ്ദത്തം പ്രാപിക്കാൻ ഞാൻ എന്തെല്ലാം കടമ്പകൾ കടന്നു എന്നെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയായിരുന്നു. കൊറിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ, മേഘത്തിലൂടെയും തീഗോളത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവർ സ്നാനപ്പെടുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു സ്നാനം തന്നെ വേണ്ടി വന്നു. അതുപോലെ തന്നെ അവരുടെ വീട് പണിയായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയായാലും മകൻ്റെ വിജയം, ഇങ്ങനെ അവരുടെ കുടുംബത്തിലുള്ള ഐക്യം, പ്രാർത്ഥനാ ജീവിതം വളരെ വ്യക്തതയോടുകൂടിയാണ് അദ്ദേഹം ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നത്. ഈശോ നമുക്ക് വാഗ്ദാനം നൽകുന്നു, അവിടുന്ന് അത് പൂർത്തീകരിക്കും. ദൈവം നമ്മോട് യേശയ്യായുടെ പ്രവാചനം പറയുന്നത് പോലെ, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. അവിടുന്ന് നീ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. നാം എങ്ങനെയൊക്കെ എത്രയെല്ലാം കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വചനമഴ പെയ്ച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സാക്ഷ്യം പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം ഇരുകൈ അറിയാതെ നൽകുന്ന കാരുണ്യ പ്രവൃത്തികൾ നിറച്ചളന്ന് അമർത്തിക്കുലുക്കി നിൻ്റെ മടിയിലേക്ക് അവിടുന്ന് നമുക്ക് ഇട്ടുതരും. ഇതിൻ്റെ കൂടി ഒരു വലിയ സാധ്യതകളുടെ സാക്ഷ്യമാണ് രാജേഷിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും